Welcome to QT the Hand Wash Presents Comedy Masters, powered by Amruthaveni Lice Kit and co-powered by Rajkumari Group. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ആരാണ് ഇവിടെ നിന്ന് കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഇൻട്രോ പറയുന്നതെന്ന്. ഞാൻ അനുജ് രാമചന്ദ്രൻ, ഈ ഷോയുടെ ഡയറക്ടറാണ്. ഇന്ന് ആക്ച്വലി ഏപ്രിൽ 1, അതായത് ഏപ്രിൽ ഫുൾ ഡേ അല്ലേ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ പലരും നിങ്ങളെ ഇപ്പോൾ ഫൂളാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കോമഡി മാസ്റ്റേഴ്സിലും നമ്മുടെ ടീമിനെ നമ്മളൊന്ന് ഫൂളാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ കേരളത്തിലെ മുടി വളർത്തിയ ചേട്ടന്മാരും കൂടിയുണ്ട്. പ്രവീൺ ബ്രോ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഈ എപ്പിസോഡ് രാത്രി 9 മണിക്കാണ് ടെലികാസ്റ്റ് നടക്കുന്നതെങ്കിലും ഇത് ഷൂട്ട് ചെയ്യുന്നത് പകൽ സമയത്താണ്, നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ രാവിലെ 9 മണി ആകുന്നു. ഒരു ദിവസം നമ്മൾ 4 എപ്പിസോഡ് എടുക്കും. നമ്മുടെ ഇവിടുത്തെ ടീമുണ്ട്, നമ്മുടെ അഖിൽ കവലിയൂർ, ശ്രീവിദ്യ, ശ്വേത ചേച്ചി, ഇവരുടെതൊക്കെ നമ്മൾ രാവിലെ 9 മണിക്ക് ഫ്ലോറിൽ കയറണം എന്നാണ് പറയുന്നത്. പക്ഷേ അവർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നമ്മൾ രാവിലെ 8 മണിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇവരെയൊക്കെ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഏപ്രിൽ ഫുൾ ആയതുകൊണ്ട് നമുക്കൊന്ന് പേടിപ്പിക്കണ്ടേ? വേണ്ടേ? നന്നായിട്ടൊന്ന് വരട്ടി നമുക്കൊന്ന് പേടിപ്പിക്കാം. അങ്ങനെ തുടങ്ങാം എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ കൂടെയൊക്കില്ലേ? അപ്പോൾ നമ്മളൊന്ന് ഏപ്രിൽ ഫുൾ ആക്കുന്നു അവരെ. ഓക്കെ, ആൾക്കാരെ വിളിച്ചേ തുടങ്ങണ്ടേ പരിപാടി. ഈ ശ്വേത ചേച്ചിക്ക് വിളിച്ചോ? എവിടെ എത്തി? ആ കേറിനൊക്കെ എടുത്തോട്ടോ. എനിക്ക് കണ്ടന്റ് കിട്ടിയോ? എന്താ പ്രശ്നം? എന്താ രാവിലെ ഇത്ര ഡിലേ ആവാൻ കാര്യം? നമ്മൾ 8:45 പറഞ്ഞല്ലേ? ചെക്ക് ചെക്ക് 1 2 3. ഹലോ 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 ഹലോ. ചേച്ചി വരുന്നുണ്ട്. QT the hand wash presents comedy masters powered by ഒരു തീരുമാനമാക്കിയിട്ട് തന്നെ തുടങ്ങിയാൽ മതി നമുക്ക്. ബേസിക്കലി എന്താന്നറിയോ കാര്യം, ഇവിടെ ഒരു ചാനലല്ലേ, നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണം ഈ പരിപാടി. അനുജേട്ടാ, ഞാൻ 8:34 റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്ര മണിക്കാ വന്നേ? റെഡിയായി. ഞാൻ മൈക്ക് ചോദിച്ചിരുന്നു. മൈക്ക് ചോദിച്ചപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വിഷുവിന്റെ ബൈറ്റ് എടുക്കാനുണ്ടായിരുന്നു. നമ്മളിവിടെ ഇത്രയും ക്രൂ മെമ്പേഴ്സ് രാവിലെ 8 മണിക്ക് ഫുഡ് കഴിച്ച് കയറുന്നു. എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നു. 9 മണിക്ക് റോളിംഗ് പറഞ്ഞതാ. 9 മണിക്ക് റോളിംഗ് ആണെങ്കിൽ മൈക്ക് വെച്ച് ഇപ്പൊ തന്നെ മൈക്ക് വെച്ച് കഴിഞ്ഞിട്ടില്ല. അകലിലൊന്നും ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഈ പ്രവീൺ ബായൻ ടീമൊക്കെ വന്നിരിക്കുന്നു. അപ്പുറത്ത് നോക്കി ആ ബിയേർഡ് അസോസിയേഷൻ, അവർ രാവിലെ 8 മണിക്ക് തൊട്ട് അവിടെ വന്നിരിക്കുക. അതുകൊണ്ട് ദയവേത് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് എന്റെ ഭാഗത്തു നിന്നുള്ളൊരു അവസാനത്തെ പരിപാടിയാണിത്. കാരണം നിങ്ങളെ കുറെ കാലം കൊണ്ട് നിങ്ങൾ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യും. നമ്മൾ മനസ്സിലായോ? അല്ല, നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുക. എന്റെ സീറ്റിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ കോസ്റ്റ്യൂമിന്റെ ഡിലേ, മൈക്കിന്റെ ഡിലേ എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല അനുചേട്ടാ, നമ്മൾ ഇനി നോക്കാം. ഞാൻ ഇത്രയും ദിവസം ഇത്ര കോമഡി മാസ്റ്റേഴ്സ് തുടങ്ങി ഇത്രയും എപ്പിസോഡായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടേ ഞാൻ ഇത്രയേ നമ്മൾ പറയാനുള്ളൂ. ഇപ്പൊ ഞാനും ഈ ഷോയിൽ അത്ര സ്ഥായിയായിട്ടുള്ള ഒരാളൊന്നുമില്ല. ചിലപ്പോൾ എന്നെ മാറ്റും. ഷോ താഴെ പോയി കഴിഞ്ഞാൽ എന്നെ മാറ്റും. അതുപോലെ തന്നെ നിങ്ങളെയും ഇതുപോലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഒന്ന് മാറ്റിയാൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നരുത്. ഇപ്പൊ ഏപ്രിലാണ്, അടുത്ത ഷോ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയമാണ്. നമ്മൾ ചിലപ്പോൾ കുറച്ച് പുതിയ ബാക്കപ്പ് ആയിട്ട് വേറെ കുറെ ആർട്ടിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ചാനൽ പറയുന്നുണ്ട്. എന്തിന്? അപ്പൊ നമ്മൾ ഷൂട്ട് വാങ്ങാൻ പോവാണ്. ഇനി കമ്പനി പറയാണ് ഡിലേ ആയിട്ടുള്ള ആൾക്കാർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അടുത്ത പരിപാടിക്ക് പോകും. അങ്ങനെ അടുത്ത പരിപാടി പിടിക്കാനാണെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ആൾക്കാരെയും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് നോക്കിയോ, ഫ്ലോറിലേക്ക് നോക്കിയോ. എനിക്ക് അപ്പഴേ അറിയാറുണ്ട്. നമ്മൾ ഇതെന്താ അറിയാമോ, ഇവിടെ ആരും സ്ഥായിയല്ല മാറ്റുന്ന. അപ്പം ലോണ്ടടൊക്കെ വേറെ പണി നോക്കണേ. പേടിച്ചങ്ങ് നിന്ന് ക്ലാസ്സിലൊക്കെ നിർത്തിയ പോലെ. ഒന്നുമില്ല. അല്ല, പക്ഷെ ഇതിന് ഒരു കാര്യം മനസ്സിലായി. കുറ്റം പറയുന്ന രീതി അഖിലേക്ക് മൈക്കോണായാലും എനിക്ക് എന്തെങ്കിലും വിളിച്ച് പറയാൻ പറ്റും. മൈക്ക് ചേട്ടൻ സെൽഫായിട്ട് ഓഫ് ചെയ്യുന്ന കണ്ടതാ. എന്നിട്ട് എന്റെ മൈക്ക് ഓണല്ലാന്ന് എന്നിട്ട് എന്റെ അടുത്ത് പറയണ്. ചേച്ചിക്ക് എങ്ങനെ ഒരു വാക്ക് പറയരുത്. ചേച്ചിക്ക് അതിലും പറന്ന് വഴക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അല്ല, അതല്ല, ഞാൻ ആദ്യം അഖിൽ ലോണിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് നോബിനോ അത് വേറൊരു വലിയ ഏപ്രിൽ ഫൂൾ ആയോ വേറെ ഒരു വ്യക്തിയില്ല ഈ വേദിയില്. നോബി അപ്പൊ നമ്മൾ ഏപ്രിൽ ഫുൾ ആയ സ്ഥിതിക്ക് ഇത് എവിടം തൊട്ട് തുടങ്ങിയ പ്ലാൻ എന്നാലും കവലൂരെ
നമ്മൾ രാവിലെ പോയി റെസ്റ്റോറന്റിൽ ഫുഡ് പറഞ്ഞപ്പം പുട്ടെന്ന് പറഞ്ഞപ്പോ അവൻ മാവ് മേടിക്കാൻ പോണേ ഉള്ളൂ. അല്ല ഗ്യാസിന്റെ പ്രശ്നം കേട്ടാ ഇല്ല സമയം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഡിലേ, കടലക്കറി ഡിലേ, ചായ വണ്ടി delay. മൊത്തം ഡിലേ. നമുക്ക് പരിപാടി എന്നാ തുടങ്ങാം. സാർ ആക്ഷൻ ഒന്ന് പറയോ? ആൻഡ് ആക്ഷൻ. Hello everyone, welcome to Cutie the Hand Wash Presents Comedy Masters, powered by Amrtaveni Lice Kit, co-powered by Rajakumari Group. തളരില്ല, ഞങ്ങൾ ഒരിക്കലും തളരില്ല. കാരണം നമുക്ക് താങ്ങും തണലായിട്ട് നമ്മുടെ പ്രേക്ഷകരുണ്ട്. പിന്നെ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നാട്ടുകൂട്ടം സാധാരണ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറാണുള്ളത്. പക്ഷെ നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഏപ്രിൽ ഫുള്ള് കട്ടയ്ക്ക് പിടിച്ച് നിന്ന ടീമുകളാണോ? എന്റെ ദൈവമേ, ഭയങ്കര ഇന്ന് ഇവരെ ചിരിച്ചിട്ട് ആരും പൈസ അടിക്കാന്ന് ആക്ച്വലി ഇവരുടെ താടിയാണ് ഇവരുടെ ഹൈലൈറ്റ് എന്ന് അറിയാം. നിങ്ങൾ ഒരു എന്താ പറയുന്നത് ബിയോർഡ് അസോസിയേഷന്റെ മെമ്പേഴ്സ് ആണ്. ഇതിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയവരുണ്ട്. ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ താടിയുള്ള വ്യക്തി പ്രവീൺ. ഹായ് പ്രവീൺ ചേട്ടാ. ഇതിൽ നിങ്ങൾ എല്ലാരും കല്യാണം കഴിഞ്ഞവരാണോ? അത് എല്ലാരും ബാച്ചിലേഴ്സ് ആണോ? കല്യാണം കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? മിക്സഡ് ആണ്. മിക്സ്ഡ് ആണ്. കഴിഞ്ഞവരുണ്ട്, കഴിയാത്തവരുണ്ട്. കഴിഞ്ഞവരുടെ എനിക്ക് അനുഭവം അറിയണം. ഈ താടി എപ്പോഴും ഒരു ആയുധമാവാറുണ്ടോ? ഈ പറയുന്ന ഭാര്യമാര് വലിച്ചു മിണ്ടോണ്ടിരിക്ക എന്ന് പറയാറുണ്ടോ? അങ്ങനത്തെ അനുഭവങ്ങൾ? ഭാര്യമാരല്ലേ, ചെറിയ കൊച്ചു പിള്ളേരല്ലേ, കൊച്ചു പിള്ളേര്, കൊച്ചു കുട്ടികൾ വന്ന് താടി പിടിച്ചോണ്ടു പോകും. ഏട്ടന്റെ കൊച്ചിനെ താടിയിലല്ലേ തൊട്ടിലേട്ടി ആട്ടണേ. നാട്ടിലുള്ള എല്ലാ കൊച്ചു കുട്ടികളുടെ കാര്യം പറഞ്ഞത്. താടിയോട് ഇത്ര ഇഷ്ടം തോന്നാൻ, പ്രണയം തോന്നാനുള്ള കാരണം? എല്ലാവരുടെ ആഗ്രഹങ്ങൾ സിനിമയിൽ വേഷം കിട്ടണം എന്നൊക്കെയാണല്ലോ. സ്വാഭാവികമായിട്ട് എനിക്കൊരു വേഷത്തിന് വേണ്ടി ഞാൻ താടി വളർത്തി. പിന്നെ താടിക്കകത്ത് പെട്ടുപോയി. വന്ന വേഷങ്ങളെല്ലാം താടി കൊണ്ടുള്ള വേഷങ്ങളാണ്. പിന്നെ ടൈപ്പ് കാസ്റ്റിംഗ് ആയി. പിന്നെ അച്ഛനും ട്രൈബൽ ക്യാരക്ടർ ആയിരുന്നാലും ഒട്ടുമിക്ക വേഷങ്ങളും ചെയ്ത എല്ലാം താടി വെച്ചിട്ടുള്ള വേഷങ്ങളാണ്. അതുകൊണ്ട് ഇതിന് ഉറങ്ങാൻ പറ്റിയില്ല, ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പൊ താടിയിൽ തന്നെയാണ് ഉറക്കം. നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് ആയിരുന്നു. വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 2 പ്രാവശ്യം സെക്കൻഡ് ആയിരുന്നു. അപ്പൊ ഇതൊരു പിന്നെ കമ്മിറ്റ്മെന്റ് ആയി. പിന്നെ നാട്ടുകാരുടെ താടിയായി. അതാണ് അവസ്ഥ. അങ്ങനെ ഇപ്പൊ വന്ന് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദി വരെ എത്തി. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ ഒരുപാട് സന്തോഷം. മുമ്പൊരു പ്രാവശ്യം വന്നപ്പോഴും ഒരുപാട് ആളുകൾ തിരിച്ചറിഞ്ഞു. ജനങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ട്, അമൃത TV തന്നൊരു സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഞങ്ങൾക്ക് അന്ന് ഇൻട്രൊഡക്ഷന് ഒരു ബുള്ളറ്റിലൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് പിന്നെ ചാനലിനകത്ത് കാണുന്നതനുസരിച്ച് ഞങ്ങൾക്ക് എനർജി ആയിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് താടിക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു വലിയ ഇന്നും ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ താടി കൊണ്ടാണ്. അപ്പോൾ എനിക്ക് റെസ്പെക്റ്റും ബിയേർഡ് റെസ്പെക്റ്റ് എന്ന് പറയും. ഞങ്ങൾ താടിയുള്ള ആളെയൊക്കെ ബഹുമാനിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതേ ഒരു മുട്ട, അതിന് സംഘടനയുണ്ട് ഇവിടെ. എന്തിനു മുട്ടയ്ക്കോ? ആ മുട്ട ഉണ്ട്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട്. ഒരു കാര്യം ചെയ്യാം, ആദ്യം ഞങ്ങൾ ഇവിടെ ഏപ്രിൽ ഫുൾ ആയ സ്ഥിതിക്ക് ആ ക്ഷീണം ഒന്നും മാറ്റാൻ വേണ്ടി നമ്മുടെ ടീമുകളുടെ സ്കിറ്റ് നമുക്കൊന്ന് കാണാം. അതെ, ചിരിച്ചിട്ട് ബാക്കി നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളും ഇവരുടെ താടിയൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, ആദ്യം തന്നെ നമുക്ക് ചിരിക്കാൻ ഒരു അടിപൊളി സ്കിറ്റ്. പൊടി പള്ളിക്കൊല്ലണ്ട ചത്ത് കിടക്കേ വെറുതെ നാൽക്കാലിനെ കൊല്ലാൻ വേണ്ടി രാവിലെ വന്നുള്ളൂ. എന്താ കാര്യം? ചേട്ടാ, ഒരു ചായ. ചായ മധുരം കൂട്ടി, പാല് കൂട്ടി, തേയില ഇടണ്ട. കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് കൊണ്ടിട്ട് പാൽപ്പായസം ആക്കി തരട്ടെ. എങ്ങനെയാ ചായ ചോദിക്കണേ രാവിലെ വന്ന്? അതല്ലേട്ടാ, ചേട്ടാ ഭയങ്കര ചായ അടിക്കാരനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വെറൈറ്റി ചായടി. ചായടി മാത്രമല്ല, പിന്നെ ചായടി ഉണ്ട്, പഞ്ചാരടി ഉണ്ട്, വൈകുന്നേരം ചാരായടി ഉണ്ട്, ആശുപത്രിയിലെ കുണിച്ചെടുത്ത് കൂമ്പിനടി ഉണ്ട്, എല്ലാം ഉണ്ട്. ചേട്ടാ, എനിക്കൊരു സ്പെഷ്യൽ ചായ. സ്പെഷ്യൽ ചായ? ഗംഗാറിന്റെ ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേരാ. സ്പെഷ്യൽ ചായ എടുക്കാം കേട്ടോ. അവിടെ ഇരിക്കും. ശരി. നമ്മൾ ഈ ചായ പണ്ട് പോലെ നമ്മൾ വെറൈറ്റി ആയിട്ട് എടുത്തെടുത്ത് ശീലിച്ചേ. ചായയുടെ ചേട്ടാ, ചായ ഇല്ലല്ലോ. വരും എങ്ങോട്ടാ പോയത് പണ്ടാരോ ഒന്ന് ആലോചിക്കും. അങ്ങനെ വന്നതാണ്. അങ്ങനെ 10 രൂപ ഗൂഗിൾ പേ ചെയ്താൽ മതി. വന്നോളൂ, നടന്നോ, ചെല്ലി. സ്റ്റോപ്പ്. അതല്ല വിട്ടോ, അതല്ല. ലെഫ്റ്റ്. റൈറ്റ് പിടിച്ചു പോ. എന്തായാലും വീട്ടിലെത്തുമ്പോ വരും കേട്ടോ. ഔട്ടോ. വെറൈറ്റി ചായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു. ടെൻഷൻ അടിക്കണ്ട.
ടെൻഷൻ അടിക്കണ്ട, ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഇവിടെ ഇരിക്കേ. ആ ആയിക്കോട്ടെ. വേണ്ട ഓരോ നമ്പറുമായിട്ട് രാവിലെ ഇങ്ങ് വരല്ലേ. നിങ്ങൾ ഓരോ രാഷ്ട്രീയക്കാരുടെ പരിപാടി തന്നെ. ചായ കുടിക്കാൻ വേണ്ടി ഓരോ നമ്പറുമായിട്ട് വരും. ടെൻഷൻ അടിക്കണം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ ചായ തരില്ല, ഞാൻ പറഞ്ഞേക്കാം. ഇത് അതല്ല, സീറ്റ് കിട്ടിയില്ല, അത് കാരണം പുറത്താക്കി, അതിന്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് സീറ്റ് കിട്ടിയില്ലല്ലോ. താമസിച്ചിരിക്കണ അതല്ല, ഞാൻ ഇന്നലെ ബസ്സേ വന്നപ്പോഴത്തേക്ക് എനിക്ക് സീറ്റ് കിട്ടിയില്ല. എന്നെ ആരും പുറത്തിറക്കില്ലല്ലോ, പിന്നെന്താണ്? അയ്യോ ഇത് അതല്ല ചേട്ടാ, പാർട്ടിയിൽ അടുത്ത ഇലക്ഷന് മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല, അതിന്റെ പേരിൽ ഒരു ചെറിയ കാശ വെച്ച് അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നതാ. തനിക്കറിയാമോ, ഞാൻ എന്റെ ചോരയും നീരും കൊടുത്തിട്ടാക്കിയ പ്രസ്ഥാനോട് എന്നിട്ട് പുറത്താക്കിയത്. അത് വിട്. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ അമ്മായിപ്പനെ ആശുപത്രി കിടന്നിട്ട് ഒരു ബ്ലഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ചോര കൊടുക്കാൻ പേടിയായിട്ട് മൂത്രമൊഴിച്ച ആളാണ് ചോര കൊടുക്കണ കേസ് പറഞ്ഞത്. അത് വിട്. ഇതൊക്കെ ആരാണ്? അണികളാണ്. അണികള് പണി തരാതെ നോക്കിക്കോളണം. അങ്ങനല്ല, ഇത് നമ്മുടെ പിള്ളേരാ. ഇതെന്റെ ചങ്ക്, ഇത് കരള്. അപ്പൊ അതാണ് പോട്ടി. ചങ്കും കരലും കഴിഞ്ഞ പിന്നെ പോട്ടിയാണല്ലോ. അങ്ങനെയല്ല, ഞാൻ പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന എന്റെ കുഞ്ഞുങ്ങളാണ്. ഞാനാണ് ഇവരുടെ മാർഗദർശി, ഞാനാണ് ഇവരുടെ നേതാവ്, എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ പറയണത് അപ്പുറം ഇപ്പുറം കേൾക്കാതെ എന്റെ കൂടെ പോരും. അതല്ലേ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയപ്പോ ചൂല് പോലെ എന്റെ പുറകെ വന്നത്. അങ്ങനെ വേണം. നമ്മുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. നേതാവ് എന്ത് പറ്റിയെന്ന് പറഞ്ഞ നേതാവിന് തനിക്കറിയാമോടോ, ഞാൻ ചോര വേർപ്പും കൊടുത്തുണ്ടാക്കി എന്റെ പ്രസ്ഥാനം കൊടുക്കണമെന്ന് തള്ളിപ്പറഞ്ഞു. അല്പസമയം ഇടവേള. നാടകമല്ലേ? അയ്യോ അല്ല, വേദന കൊണ്ട് പറഞ്ഞതാണ്. വേദന നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു സീറ്റിലിടോ. ഇന്നലെ വന്ന ഇൻഫ്ലുവൻസർമാർക്ക്, യൂട്യൂബർമാർക്ക് സീറ്റ് ഉണ്ട്. എന്തിന്? ആ വാട്സപ്പ് ടൈമിൽ പിഷാരുടെ കൂടെ നിന്ന് ഞാൻ 2 കോമഡി പറഞ്ഞാൽ എനിക്ക് സീറ്റ് കിട്ടിയാനായിട്ട്. നേതാവിന് കോമഡി പറയാ അറിയോ? സാറ് സീരിയസ് ആയിട്ട് പറഞ്ഞാല് കോമഡി ആവില്ലേ? എന്തിന്? സെലിബ്രിറ്റി ആയ യുവ നടിമാർക്ക് വരെ സീറ്റ് കൊടുത്തില്ല, എന്നിട്ട് എനിക്ക് സീറ്റ് തന്നില്ല. അവർക്കൊന്നും സീറ്റില്ല. അവർക്ക് സീറ്റില്ല. അവർക്ക് ഹോട്ടൽ ലിസ്റ്റിൽ പേരില്ല. അതാണ് അവർക്ക് സീറ്റും ഇല്ല. വെറുതെ 25,000 രൂപ മേക്കപ്പ് ഇട്ട് ഡബിൾ സാരിയൊക്കെ കൊടുത്ത് പ്രകടന പത്രിക കൊടുത്തിട്ട് ചമ്മി ഇങ്ങ് പോന്നേക്കും. ഇപ്പോഴാണ് എനിക്ക് ഇത്തിരി സമാധാനമായത്. അതാണ് നമ്മളെ എന്ത് ചെയ്താലും നല്ല കാര്യങ്ങളായിരിക്കണം ചെയ്യണത്. അതെ. അല്ല ഈ തട്ടുകടയിലൊന്നും ഇല്ലേ? തട്ടുകടയില് ഒന്നുമില്ല, ദോശ അങ്ങനെ? ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവം എന്നാണെന്നറിയാമോ? നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞു തരാം. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടുകടയിലെ ദോശ പോലെയാ. അതായത് ഇപ്പൊ നമ്മള് ദോശ ഇങ്ങനെ ചുടുവല്ലോ, ചുടു കഴിയുമ്പോ അടിവശം പൊള്ളുമ്പോ നേരെ നമ്മൾ മറിച്ചിടും. അതുപോലെ ആയിരിക്കണം രാഷ്ട്രീയം. പൊള്ളുമ്പോ മറിഞ്ഞേക്കണം. കുട്ടികൾക്ക് മനസ്സിലായ? അവസരത്തിനൊത്തും മറിയുന്നതാണ് രാഷ്ട്രീയം. ദോശ പറയുന്ന പോലെ അവസരത്തിനൊത്ത് നമ്മൾ മറിഞ്ഞേക്കണം. പിന്നെ ചില രാഷ്ട്രീയം ഉണ്ട് ഈ സാമ്പാർ പോലെയാ. ഒരുപാട് കഷ്ണങ്ങൾ ഉണ്ടാവും. ഘടകകഷ്ണങ്ങളെ ഉണ്ടാകും. ഇപ്പൊ സാമ്പാറിൽ തന്നെ മുരിങ്ങാക്കോല്, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, സബോള ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അതുപോലെ ഇങ്ങനെ കുറെ ഘടകകക്ഷികൾ ഉണ്ടാവും. അതല്ലേ അത് തമ്മിൽ തല്ലി തല കീറി അതങ്ങനെ ഒരു വഴിക്ക് പോകും. അതല്ലേ? അത് അങ്ങനെയാണെങ്കിൽ സാമ്പാറിൽ വേവാതെ കിടന്ന ചേനയാണ് സാറ്. അതാണ് ചൊറിയുന്നവരെ അവരപ്പം എടുത്ത് കളയും. ഞങ്ങളുടെ പാർട്ടി നല്ല സ്ട്രോങ് നിങ്ങളുടെ പാർട്ടി ശരിയാ. ഞങ്ങൾ ഈ ദോശയിൽ ഒഴിക്കണ ചമ്മന്തി ഇല്ലേ, അതുപോലെ ഒഴിക്കും, ഒഴുകി അങ്ങ് പോകും. ഒരൊറ്റ പോകാം. പിന്നെ എപ്പോഴാ കാണുന്നതെന്ന് പറയാൻ പറ്റൂല. എന്റെ ദൈവമേ, ആ ഇറാൻ എന്തോരം മിസൈലാ വിടുന്നത്. ഒരു മിസൈല് ഉന്നം തെറ്റിയിട്ട് ഇവന്റെ തട്ടുകടയിൽ വന്ന് വീണാൽ നമ്മ ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യം. അല്ല അതെന്നെ വർത്താനം നേതാവ് പറഞ്ഞു. അതന്നെ അതങ്ങനെ പറയണത്. അങ്ങനെയല്ലടാ, ഈ യുദ്ധം നടക്കല്ല. അപ്പൊ ഞാൻ ഈ യുദ്ധത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞതാണ്. ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധം എന്ന് പറഞ്ഞാൽ അയ്യോ പല്ല. യുദ്ധം ഉണ്ടായി എന്തെങ്കിലും സാധനം പോവും. യുദ്ധം പറയാൻ പറ്റിയ ആൾ നിങ്ങളാ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇപ്പൊ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാല് എന്ത് ചെയ്യും? അതാരും കാണാതെ അപ്പുറത്തെ പറമ്പിലോട്ട് എടുത്തെറിയും. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അവിടെ ആ രാജ്യത്തെ ഏതെങ്കിലും ഈ ചീത്തയായ സാധനം കണ്ടില്ല, ബോംബ്, മിസൈല്, ഇതൊക്കെ എടുത്ത് ചീത്തയാകുമ്പോ അപ്പുറത്തെ രാജ്യത്തേക്ക് വലിച്ചെറിയും. അതിന്റെ പേരിൽ അവിടെ യുദ്ധം ഉണ്ടാവും, അടിയും ബഹളവും. ഇതൊക്കെയാണ് യുദ്ധം. യുദ്ധം കാരണം എന്താ പ്രശ്നം അറിയോ? നമുക്ക് ഗ്യാസ് കിട്ടാനില്ല. ആര് പറഞ്ഞു? ഇവിടെ അങ്ങ് ഗ്യാസിന് ഒരു കുഴപ്പമില്ല. ഇവിടെ ഗ്യാസ് ഉണ്ടാ? ഇവിടെ ഗ്യാസ് ഉണ്ട്. ഗ്യാസ് ഇല്ലെന്നും പറഞ്ഞില്ല, പരാതി പറയരുത്. തനിക്ക് എവിടെ നിന്നാണോ ഇത്രപ്പെടുത്ത് ഗ്യാസ്? ഗ്യാസ് ഇരിക്കണ കണ്ടില്ലേ? ബോണ്ട, പരിപ്പുവട, സകല സാധനം ഇവിടെ ഉണ്ട് ഗ്യാസിനുള്ള. ഇതൊക്കെ ചെറിയ മിസൈല്, ഡ്രോണുകള്, അങ്ങനെയൊക്കെ അകത്ത് അണുബോംബിരിപ്പുണ്ട്. ചക്കക്കുരു ആവശ്യം വരുമ്പോ എടുത്ത് ഞാൻ പ്രയോഗിക്കുള്ളൂ. ആവശ്യം വരുമ്പോ മതി. ഇപ്പൊ അവിടെ വെച്ചേക്ക്. അല്ല സാറേ, നമ്മൾ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? തീരുമാനം എടുക്കണം. അതെ, മറ്റേ പാർട്ടിക്കാര് എന്നെ നോട്ട് വിട്ടിട്ടുണ്ട്. അയ്യോ തല്ലാനാണോ? തല്ലാനല്ലടോ,
എനിക്ക് അവിടെ ഒരു സ്ഥാനം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഞാൻ അവിടുത്തെ ഒരു മന്ത്രിയാവും. ആണാ? അങ്ങനെയാണെങ്കിൽ നല്ല വകുപ്പ് എന്റെ സാറ് ചോദിച്ചു മേടിക്കണം അതെ, അത് നമ്മൾ ആലോചിച്ചിട്ട് ഒരു നല്ല വകുപ്പ് ചോദിച്ചു ചോദിക്കണം. അങ്ങനെയാണെങ്കിലേ വനം വകുപ്പ് എടുത്താലോ? വനം വകുപ്പ് കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ പഴയ പോലെ മരമൊന്നും വെട്ടാൻ പറ്റില്ല. പിന്നെ ആകെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കൊമ്പും പുലിത്തോലും ഒക്കെയാണ്. പക്ഷെ ആനയും പുലിയൊന്നും കാട്ടിലില്ല. കാട്ടിലില്ലേ? ഇതൊക്കെ നാട്ടിലിറങ്ങിയൊക്കെയല്ലേ കാട്ടിലിരുത്താനും. വനം വകുപ്പ് വേണ്ടോ? എന്നാ പിന്നെ കായികമാവാം. കായിക ഓടാനും ചാടാനും പഴയ പോലെ ഒന്നും എനിക്ക് വയ്യ. ആ പ്രായാധിക്യത്തിന്റെ കുറച്ച് പ്രശ്നമുണ്ടല്ലോ. ഉണ്ട്. വിദ്യാഭ്യാസം ചോദിക്കുന്നേ, അതിന് സാറിന് വിദ്യാഭ്യാസം ഇല്ലല്ലോ. അതുള്ളവർക്ക് ഇത് കൊടുക്കൂല, ഇല്ലാത്തവർക്കേ കൊടുക്കുള്ളൂ. അതാകുമ്പോ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അല്ലടാ, എന്നാലും ഈ ഡെസ്കും ബെഞ്ചും തല്ലിപ്പൊളിക്കാനും കമ്പ്യൂട്ടർ ഓട്ടിക്കാനും ഒന്നും എനിക്ക് വേറെ വകുപ്പുണ്ട്, PWD. ആ അത് കറക്റ്റ് ആയിരിക്കും. PWD പ്ലേറ്റ് വാഷിംഗ് ഡിപ്പാർട്ട്മെന്റ്. സാറാണെങ്കിൽ എല്ലാ വീട്ടിലും പോയി പാത്രം കഴുകി അങ്ങ് മാതൃകയാകുമല്ലോ. മനസ്സേ, അതല്ല പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളി ഉദ്ദേശിച്ചത് തെറ്റിപ്പോ അതൊക്കെ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ സാറേ PW ഞാൻ പറയണത് ഈ വകുപ്പ് വേണ്ട, ഒഴിവാക്കലായിരിക്കും നല്ലത്. ആയ കൊള്ളാത്ത സാധനം നമ്മൾ ഒഴിവാക്കി വിടും. പിന്നെ ഇത് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റും? അഥവാ ഇൻ കേസ് ആ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിട്ട് എനിക്കൊരു വകുപ്പേ എന്റെ മുന്നിലുള്ളൂ. മുഖ്യമന്ത്രിയാകാം. എന്ത് മുഖ്യമന്ത്രി? അല്ല, ഒന്നും മുഖ്യമന്ത്രിയല്ല, ഞാൻ ഈ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാം. ഞാൻ പോട്ടെ, നടക്കാത്ത അല്ല, പോവല്ലേ? അല്ല, ഒരു മനുഷ്യനായ ഒരു നാണം വേണം. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഒരു പാർട്ടിയിലേക്ക് നിങ്ങൾ എടുത്തില്ല, അങ്ങോട്ട് ചെന്ന് കേരള മുഖ്യമന്ത്രി ഇപ്പൊ ഉണ്ടാക്കാൻ ഉളുപ്പ് വേണം. ഉടുപ്പുണ്ട്. ഉടുപ്പല്ലെന്ന് ഉളുപ്പ്. രാഷ്ട്രീയക്കാർക്ക് ഉടുപ്പ് പാടില്ല. പാടില്ല. അതല്ലേ കുഴപ്പം. ആരാ ഫോൺ ഇതാ? തരില്ല. ഫോൺ ഇതാ. തരില്ലെന്ന്. താടി. താടിക്കരുതായിരിക്കുന്നു. ആ താടി എന്നല്ല, ഫോൺ താടി. ഹലോ, ആണോ? ഓ, വരൂ സാർ. ശരി ശരി. മനസ്സേ, എന്താ സാർ? ആരാ വിളിച്ചത്? എതിർ പാർട്ടിന്നാ. എന്തു പറഞ്ഞു? എനിക്കൊരു സ്ഥാനം തരാന്ന്. അയ്യേ, എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? ഞാൻ പോകുന്നു. എന്നെ മറന്നട്ടാ. പിന്നെ സാറിന് ഒരു സീറ്റും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ കുത്തിയടിച്ച് വെക്കുന്നേ? അല്ലേ പിന്നെ വനജെ, ഞാൻ നിന്റെ മാർഗദർശിയാണ്. ഉണ്ടയാണ്. മോശം മോശം, ഭയങ്കര മോശം. ഇതുപോലുള്ള അണികളെ വിശ്വസിക്കാൻ പാടില്ല. കുലം കുത്തിയാണ് അവള്. വർഗവഞ്ചക. ശ്ശേ. ഹലോ. ആ. അടി. അതെ, നമ്മുടെ എതിർ പാർട്ടിയാ. എനിക്ക് മണ്ഡലത്തില് സീറ്റ് ഉണ്ടെന്ന്. നീ എന്ത് പറഞ്ഞു? ഞാൻ നോക്കടിച്ചു. എന്നെ മറന്നിട്ട്, നമ്മുടെ പ്രസ്ഥാനത്ത് മറന്നിട്ട്. എടാ, നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ അതിന് നിങ്ങൾ എന്റെ അച്ഛനൊന്നും അല്ലല്ലോ. എനിക്ക് എന്റെ കാര്യം നോക്കണ്ടേ? അപ്പോ അനുഗ്രഹിച്ചേട്ടാ. അയ്യോ, അനുഗ്രഹം ചോദിക്കാൻ നടക്കണം. പറഞ്ഞിട്ടാരില്ല, നിങ്ങളല്ലേ പറഞ്ഞത് അണികളാണ്, ചങ്കങ്കാരലാണ്. ഇപ്പൊ എന്ത് പറഞ്ഞു? ഒറ്റണത്തിനെ വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കാൻ കൊള്ളൂല, അതാണ്. അവരൊക്കെ കാര്യം വന്നപ്പോ മറിഞ്ഞത് കണ്ട. ആ, അതാണ്. താനിച്ചറ്റകള് എടുക്കരുത്, എടുക്കരുത്. മറ്റേ പാർട്ടിക്കാരായിരിക്കും, എടുക്കരുത്. അവർക്ക് എടുക്കാൻ എനിക്ക് എടുക്കണ അല്ല, എടുക്കരുത്, എടുക്കരുത്. അല്ല, എടുക്കരുത്. നിങ്ങൾ പറഞ്ഞാൽ എടുക്കരുത്. എനിക്കിത് മന്ത്രിപദമാണ്, ഞാൻ എടുക്കും. അല്ല, പ്രിയ ഉപഭോക്താവേ, നിങ്ങളുടെ പ്ലാൻ അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള സേവനത്തിനായി ഉടൻ തന്നെ റീചാർജ് ചെയ്യുക. സംഭവം എന്നാണെന്ന് മനസ്സിലായ? നിങ്ങളുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു. നിങ്ങൾ ആർക്കും വേണ്ട ഇനി. നിങ്ങൾ ഇനി ആർക്കും വേണ്ട. ഇനി ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, വല്ല പണിക്കും പോയിക്കൂടെ? എനിക്ക് പണിയൊന്നും പറഞ്ഞുകൂടാ. പണി കൊടുക്കാൻ അറിയാല്ല. അറിയാം. പിന്നെ അങ്ങനെ അങ്ങ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അതിൽ പോയി കിടന്നു. അയ്യ, അത് വേസ്റ്റ് അല്ലേ? ആ, വേസ്റ്റ് ആണ്. ഇങ്ങനെയുള്ള സാധനമൊക്കെ അവസാനം ചീഞ്ഞു പൂഴ്ത്തു കഴിയുമ്പോ ജനങ്ങൾ പറയണ പേരാണ് വെറും വേസ്റ്റ്. അയ്യേ, നിങ്ങൾക്കൊരു ഉഷാറില്ലല്ലോ. അയ്യോടാ, ഉഷാർ എങ്ങനെയാണ് ഈ വാചകത്തിലും പാചകത്തിലൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയാ? നമുക്ക് പാചകമായിരിക്കും ഏറ്റവും ഉഷാറായിട്ട്. സംസാരിക്കാൻ കുഴപ്പമില്ല, പാചകം അതൊരു കഴിവ് തന്നെയാണ്. ആണാണ്. എനിക്കും അങ്ങനെ ഒരു കഴിവില്ല, എനിക്കതറിയാം. നിങ്ങൾ ആരും പാചകം ചെയ്യില്ല. അത്യാവശ്യം കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യും. എനിക്കറിയാം. ചായ, ഓംലെറ്റ്, കഞ്ഞി, മറിച്ചിട, ദോശ. കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ അറിയോ? മൈ ഗോഡ്, കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ അറിയോ? പിന്നെന്താ, കേട്ടോ കഞ്ഞി? ചൂടുവെള്ളം തിളപ്പിക്കുന്നു. ചൂടുവെള്ളം തിളപ്പിച്ച് അരിയിട്ടാ മതി.
പിന്നെ ചൂടുവെള്ളം തിളപ്പിച്ചാൽ മതി. അന്തസ്സായിട്ട് മോര് കാച്ചും. പൊളി. ഈ മോര് കാച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിശ്ശേരിയുടെ ലൈറ്റ് പുളിശ്ശേരിയല്ല, മോര് കാച്ചില് വേറെ. വേറെയാ. അത് correct ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ താടിക്കാർക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നൊരു സംഭവം എന്താണെന്നറിയാമോ? ഫുഡ് കഴിക്കുന്നേ പപ്സ് തിന്നാൻ ഭയങ്കര പാടാണ്. ശരിയാണ്. പപ്സ് തിന്നാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ, അതെ, അതെ. ഇങ്ങനെ ഇടയിലൊക്കെ വന്ന് നിക്കൂത്. നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യാ അറിയോ? ഞാൻ ഒറ്റ കേസ് ഒന്നും ടിഷ്യൂ പേപ്പർ പറഞ്ഞില്ല. പിടിക്കും. ടിഷ്യൂ പേപ്പർ പിടിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ. പപ്സ് തിന്നാൻ പറ്റുമോ? നിങ്ങൾക്ക് കുടമോര് കുടിക്കാൻ പറ്റൂല. അതുപോലെ വേറെ കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഭക്ഷണത്തെ ബഹുമാനിച്ച് കഴിക്കുന്നത് ഞങ്ങളാന്ന് പറയും. ഇങ്ങനെ കാരണം കഴിക്കണമെങ്കിലേ ഒന്ന് ഇങ്ങനെ നിന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് വാചകമല്ല പാചകം കൊണ്ട് നിങ്ങളെയൊക്കെ ചിരിപ്പിച്ച് താടി തറയിൽ മുട്ടുന്നവരെ ചിരിപ്പിക്കുന്ന ഒരു ടീമാണ് വരാൻ പോകുന്നത്. മറ്റാരുമല്ല, നമ്മുടെ സജീവേട്ടനും മനോജേട്ടനുമാണ്. ബാറ്ററി ഓൺ അല്ലേ ചേച്ചി? ബാറ്ററി ഓൺ ആണ്, നിങ്ങൾ ഓണാണ്, നിങ്ങൾ ഓണാണ്, ചേച്ചി ഓണാണ്, ഞാനും ഓണാണ്, കംപ്ലീറ്റ് ഓണാണ്. സോ ലെറ്റ്സ് വെൽക്കം സജീവേട്ടൻ ആൻഡ് മനോജേട്ടൻ. കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. ഹലോ, ഓ കുഴഞ്ഞത് എങ്ങോട്ട് പോന്ന്? ഇത്തിക്കര ആറ്റിലോട്ട് പോന്നു. ഞാൻ സാമ്പാറിൽ അടക്കുവാടാ ഇവിടെ കിടന്ന്. സാമ്പാറോ? ഇത് സാമ്പാറല്ല, പെരിയാറ്. പെരിയാറോ? പിന്നെ അടിപൊളി വെള്ളം നിറഞ്ഞു കിടക്കുമല്ലോ ഇതിനകത്ത്. പൊന്നണിയാ, ഗ്യാസ് കിട്ടാനില്ല. ഉള്ള സാമ്പാർ ഞാൻ ഉള്ള ഗ്യാസ് ഞാൻ വറ്റിച്ചെടുത്തോണ്ടിരിക്കുക കേട്ടോ. ഗ്യാസ് കിട്ടാനുള്ള ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വാ. അത് പറഞ്ഞാടാ. അതായത് എണ്ണിക്കൊണ്ടൊരു 5 ഉരുളൻകിഴങ്ങ്, ഒരു 15 ചക്കക്കുരു, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു കൂട്ടുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് തോനെ വരും. ഞാൻ പുതിയത് ഉണ്ടാക്കൊണ്ട് വരും. ഇവൻ പഴയത് കൂടി ഇങ്ങനെ നെഞ്ചത്ത് വെക്കും. അപ്പൊ നിനക്ക് മനസ്സിലായി ഈ പൈസ പോകുന്ന പോക്ക് എന്ന് മനസ്സിലായി. അതെ, പുള്ളിക്കാരൻ എനിക്ക് അറിയത്തില്ല. നേരം വെളുത്തതിന്റെ കാല് പിടിച്ചു പറഞ്ഞ് എനിക്ക് ജോലിയില്ല, കൂലിയില്ല, ചെറുപ്പക്കാരൻ എനിക്ക് പണി തരണേന്ന്. അപ്പൊ അവ എനിക്ക് പണി തന്നോണ്ടിരിക്കുക കേട്ടോ. നേരം വെളുത്ത് നീ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നിന്റെ ലിസ്റ്റ് എഴുതി തന്ന് കടയിൽ പോയി സാധനം മാറ്റോണ്ട് വരാൻ. 8 മണിക്ക് പോയനാ, മണി ഇപ്പൊ 12:30 മണിയായി. ഇതവരെ എവിടെ ആയിരുന്നാ നീ? എന്റെ അണ്ണൻ ലിസ്റ്റിൽ എഴുതി എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വേണം. അതുപോലെ അണ്ണൻ ലിസ്റ്റിൽ എഴുതിയതുപോലെ കടലിൽ പോയി ഇരുന്നിട്ടുണ്ട്. കടലിൽ പോയിരുന്നോ? എവിടെ എഴുതിയേക്കുന്നു? അണ്ണൻ ലിസ്റ്റിന്റെ അവസാനം എഴുതിയേക്കുന്നത് കടലിൽ പോയി ഇരിപ്പ്. കടലപ്പരിപ്പ്. കടലപ്പരിപ്പിന് കടപ്പുറത്ത് പോയി നിറങ്ങിട്ട് വരുന്നു. ഉച്ചക്ക് കൊടുക്കണ സാമ്പാറാ കേട്ടോ. കടലപ്പരിപ്പില്ല സാമ്പാർ അങ്ങനെ ഉണ്ടാക്കും. എനിക്ക് വയ്യ, വേണ്ട, അത് വേണ്ട. നീ സാമ്പാർ ഇടാനുള്ള മസാല ഇട്. മസാല ഞെറാ. അണ്ണാ, മസാല വാങ്ങിക്കാൻ മറന്നുപോയി. മുരളി തല്ലി കൊല്ലുവേ. അയ്യോ, മുരളി തല്ലി കൊല്ലുവേ. അല്ല മസാല. അപ്പൊ മസാല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുണ്ണാ? നിന്റെ മൊബൈലിൽ ഞെറാ. എന്താണ് എന്റെ മൊബൈൽ നിന്നെ കണ്ടപ്പോഴേ ഈ ലോകത്തുള്ള കംപ്ലീറ്റ് മസാല ഇവന്റെ മൊബൈലിനകത്തുണ്ട് കേട്ടോ. അവിടെ കിടന്ന് നീരട്ട് കഴിഞ്ഞാൻ പറ്റും ഇതിനകത്ത് തൊട്ട് കഴിഞ്ഞു കേട്ടോ. ആ ബംഗാളിയെ കണ്ടുപിടി. ബംഗാളി കണ്ടു നേരം വെളുത്ത് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞടാ സാമ്പാറിനകത്തുള്ള ചേരുവക ഇടണേ. അവൻ അതിട്ട് മാന്യമായിട്ട് കപ്പ പൊളിക്കുന്നത്. അങ്ങനെ വേണം ബംഗാളി, അല്ലാതെ ഇത് ബംഗാളിയെ കണ്ട് പഠിക്കരുത്. അവൻ്റെ അടുത്ത് ചേരുവ ഇടാൻ പറഞ്ഞപ്പോ സാമ്പാറിനകത്ത് ചിരവെടുത്തിട്ടേക്കുന്ന നിന്നെ കൊന്ന് ഞാൻ കൊരവയിടും പറഞ്ഞിട്ടുണ്ട്. മേല ഈ പഞ്ചായത്ത് കണ്ടുപോകരുത് കേട്ടോ. ഉണ്ടാക്കാൻ വന്നേക്കുന്നു മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോഴത്തേനാ. അണ്ണാ, ഈ കടയൊക്കെ എങ്ങനെ വന്നെണ്ണ ഇവിടെ? എന്റെ പൊന്നു മോനെ, നിനക്കറിയാൻ പറ്റത്തോണ്ടാ ഒരുപാട് കഷ്ടപ്പെട്ടാ ഈ കട ഈ പരുവാക്കിയത്. പണ്ട് ഈ കട പിറന്നോട്ടൊക്കെ ഓലയായിരുന്നടാ. ഫ്രണ്ട് ഓടുമായിരുന്നു. എന്നിട്ട് ആര് പിടിച്ചു കെട്ടി? ഓടിപ്പോയ ഫ്രണ്ടിന് അല്ല അണ്ണനെ പറഞ്ഞ ഫ്രണ്ട് ഓടായിരുന്നു. എടാ മുമ്പ് പക്ഷെ ഓടായിരുന്നെന്ന് പിന്നല്ലേ ഇത് വാർത്തത്. അങ്ങനെ പറഞ്ഞതല്ലോ. പിന്നല്ല ഈ ന്യായം രാവിലെ വന്ന് ആള് കാണിച്ചു. പക്ഷെ ആരാ എന്നാ നമുക്കറിയത്തില്ലല്ലോ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ വന്നപ്പോ അച്ഛനും അമ്മ ഉണ്ടോണ്ടിരിക്കുക. ഇപ്പൊ പൂച്ച ഉണ്ടോണ്ടിരിക്കുക. ഇപ്പൊ പെട്ടെന്ന് വന്നാൽ ഇച്ചിരി മുള്ളെങ്കിലും കിട്ടും. എന്താ നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ആയിക്കട്ടെ. അണ്ണന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും എന്റെ ഭാര്യയും പിന്നെ എന്റെ അമ്മാവനും. അമ്മാവനായിരുന്നേ എന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. അമ്മാവന് ഈ കൂപ്പിലായിരുന്നു ജോലി. അമ്മാവൻ കൂപ്പി പണി ചെയ്തോണ്ടിരുന്നപ്പോഴത്തേന് അമ്മാവന് ഈ ആനയെ നോട്ടമായിരുന്നു. ആനയെ നോക്കി 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 നിന്നിട്ട് അമ്മാവൻ തലവറങ്ങി അങ്ങ് വീണു. എന്നിട്ട് അപ്പൊ തന്നെ കൃത്രിമ ശ്വാസം കൊടുത്ത്. പക്ഷെ തത്തുപോയി. അണ്ണാ, ഈ കൃത്രിമ ശ്വാസം കൊടുത്ത ആള് രക്ഷപ്പെടുത്തില്ലോ? എന്റെ പൊന്നുമോനെ, ഈ കൃത്രിമ ശ്വാസം കൊടുത്തത് ആനയാണ്. ബലൂൺ പൊട്ടുന്ന ശബ്ദം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? കഷ്ടമായി പോയണ്ണാ. പക്ഷെ അണ്ണ ഈ ഇവിടെ കിടന്ന് ഇങ്ങനെ ഒറ്റ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് ഭാര്യയെ കൂടെ കൊണ്ടിരുത്തി അണ്ണൊരു സഹായത്തില്ലയോ? എടാ അവക്ക് സുഖമില്ലടാ. അവക്ക് നടുവേദന. ഇപ്പൊ ബേറ്റിട്ട് കിടക്കുവാ.
എന്റെ അണ്ണ എനിക്കും ഇച്ചിരി നടുവേനയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ വെയിറ്റിട്ടുണ്ട് നടക്കത്തില്ല. എനിക്കങ്ങനെ ആരും മുമ്പ് വെയിറ്റ് ഇടുന്ന ഇഷ്ടമില്ല. അണ്ണാ അണ്ണന്റെ ഭാര്യക്ക് എന്തൊരു വെയിറ്റ് അല്ല ഇത്. നീ പറയുന്ന പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് നടക്കുമ്പോൾ ഇങ്ങനെ ബെയ്റ്റ് ഇട്ട് നടക്കുമല്ല എന്റെ ഭാര്യ കേട്ടോ. അവള് ബെയ്റ്റ് ഇട്ട് കട്ടിലെ ഇറങ്ങാൻ വയ്യാതെ കിടക്കുവാന്നാ ഞാൻ പറഞ്ഞത്. എങ്ങനെയായിരുന്നാ ഒന്നാമത് എന്റെ പൊന്നണി ഞാൻ മെനഞ്ഞാ നിന്ന് കട തുറന്നു ഒരുപാട് നഷ്ടമാ. എടാ പനി വന്നടാ കടയ്ക്കാ കടയ്ക്കാ നല്ല ചൂട് വെച്ചടിച്ചേരും. കടക്കല്ല എനിക്ക് പനി വന്നെന്ന്. ആഹാ പനി എങ്ങനെ വന്നെണ്ണ? ടാക്സി പിടിച്ചു വന്നു. അണ്ണാ ഇവിടെ ചോറൊക്കെ എങ്ങനെ? വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നേരെ അതിനകത്ത് അരിയിടും. തിളച്ച് മറന്ന് വെള്ള ചോറിനകത്ത് ചിലപ്പോൾ ചെറിയ വര കാണും. ഇവിടുത്തെ ചോറ് എങ്ങനെയാ? അവിടുത്തെ ചോറ് എങ്ങനെയാടാ? ഞങ്ങളുടെ ചോറെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പാടത്തിങ്ങനെ നെൽക്കതിന് പകരം ചോറ് ഇങ്ങനെ കിളിച്ചു വരും. ഞങ്ങൾ പാത്രം കൊണ്ട് ചെല്ലും, ഇങ്ങനെ ചോറ് തട്ടിയിട്ട് വാരി തന്നു. എന്ത് ചോറോ? അണ്ണന്റെ പനിക്ക് ടാക്സി വിളിച്ച് വരാങ്കിലേ എന്റെ ചോറ് പാടത്ത് കിളിച്ചിരിക്കും. എന്താ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. അണ്ണാ ചായ അടിക്കണ്ണ. ഒരടി അടിക്കും, രണ്ടാമത്തെ ചെവിക്കല്ലിയാൻ മുളക് അടി കൊടുക്കും. ആര്? അച്ചായന്. അച്ചായനല്ല അണ്ണൻ ചായ അടിക്കുമെന്ന് ചോദിച്ചത്. ചായ അടി അവിടെ നിൽക്കട്ടെ. നിന്റെ പുക്കിള് നട്ടല് കണ്ടിട്ടുണ്ടോ? നട്ടൽ കണ്ടിട്ടില്ല. എന്റെ പുക്കിള് കണ്ടിട്ടുണ്ട്. പട്ടിണി കിടന്ന് വയറൊട്ടി ഒട്ടി 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 നേരെ ഈ നട്ടലുമായിട്ട് പുക്കളെ മുട്ടി. ഈ പുക്കളൊട്ടിയ സമയത്ത് ഞാൻ നേരെ ഇവിടുന്ന് രാജസ്ഥാനിലേക്ക് വണ്ടി കയറി. അവിടെ ഭയങ്കര ചൂടാ. ഈ ചൂട് സമയത്ത് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചപ്പോ ടിസ്കേന്നൊരു ശബ്ദം. അതെന്തുകൊണ്ടാ ടിസ്കേന്നൊരു ശബ്ദം? നട്ടലും പുക്കളും ഒട്ടിയിരിക്കില്ലയോ? ഈ വെള്ളം ചെന്നപ്പോ പുക്കള് നട്ടലിൽ അങ്ങ് വിട്ട് തെറിച്ചൊരു ഒറ്റ പോക്ക്. ഓഹോ അപ്പൊ അണ്ണന്റെ പുക്കൾ ഇപ്പോഴും രാജസ്ഥാനിൽ കിടക്കുവാ. പിന്നെ ഈ ഇരിക്കുന്ന അമ്പിളിയമ്മാവനെ പറഞ്ഞ് ഒട്ടിച്ചു വെച്ചേക്കുവാ. ഉണ്ടായിരുന്നല്ലേ? പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ആഹാരമൊക്കെ കഴിച്ച് അണ്ണന്റെ വയറങ്ങ് ചാടിപ്പോയി. 3 വട്ടം ചാടിപ്പോയതാ. ഓടിച്ചിട്ട് പിടിച്ച് കെട്ടി വെച്ചേക്കുവാ. വയറേ നീ വയറ് ചാടിപ്പോയ കണക്കെടുക്കാൻ വന്നാണ് ഇവിടെ ജോലി ചെയ്യാൻ വന്നാന്നോടാ? എനിക്ക് വല്ല ജോലി എന്താ ഞാൻ ചെയ്യട്ടെ? കറക്റ്റായിട്ട് ചെയ്ത് വന്നപ്പോ ജോലി അവരോട് കേക്കട്ടെ. ഇവൻ ആദ്യം വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം ജോലി ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു ഇന്നത്തെ സ്പെഷ്യൽ കാട ഫ്രൈ എന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. അവ എഴുതി വെച്ചേക്കുന്ന കാട്ടാക്കടയെന്ന്. അണ്ണാ സത്യത്തിൽ അണ്ണൻ കൗണ്ടർ അടിച്ച് തെറ്റിക്കാൻ വേണ്ടി എഴുതിയതല്ലത്. ശരിയായിട്ട് എഴുതിയ കൗണ്ടർ എല്ലാം കേട്ടിട്ടുണ്ട്. അതല്ലണ്ണാ ഇത് കഴിയുമ്പോ പറയോ? അണ്ണാ കാട്ടാക്കട എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ? ആ ട്രെൻഡ് പറഞ്ഞു അതെനിക്ക്. അണ്ണൻ നമ്മൾ ട്രെൻഡിനൊത്ത് ജീവിക്കണം. അണ്ണാ ഇങ്ങോട്ട് വാ. അതായത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കടയുടെ പേരെന്തുവാ? നമ്മുടെ രുചി ഹോട്ടൽ. ആ അടിപൊളി. വായ്ക്ക് രുചിയില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. രുചി ഹോട്ടലിന്റെ പേരും. ഹോട്ടലിന്റെ കാര്യം പറയുന്നത് നീ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. അണ്ണാ നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോ ഹോട്ടലിന്റെ പേര് എങ്ങനെയൊക്കെയാണ്? ദേ അളിയന്റെ കട, ദേ മാമന്റെ കട, ദേ ഇങ്ങോട്ട് നോക്കിയാ ഇവിടെ തട്ടുകട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹോട്ടലിന്റെ പേരിന്റെ കൂടെ ദേ അങ്ങ് ചേർക്കണം. അതിപ്പോ ഏത് പേര് ചേർക്കൂടാ? അണ്ണൻ ഈ പരിസരത്ത് അണ്ണനെ എങ്ങനെ അറിയുന്നു? പിന്നെ ഈ ഇടയ്ക്ക് എനിക്ക് ഈ അപ്പൻഡീസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അപ്പൻഡീസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് രവിയുടെ കടയെന്ന് പറയാറുണ്ട്. മതി ദേ അപ്പൻഡീസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ രവിയുടെ കട. എന്നിട്ട് അണ്ണന്റെ വയറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഫോട്ടോയും കൂടെ ഫ്ലെക്സ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കടയിൽ ജനപ്രവാഹമായിരിക്കും. ദൈവമേ പൈൽസിന്റെ ഓപ്പറേഷൻ കഴിയാഞ്ഞത് ഏത് പടം ഫ്ലെക്സിനകത്ത് വെക്കും? തലവഴിയാ മുണ്ടോട്ടോണ്ട് അടക്കേണ്ടി വന്നിരുന്നു. അണ്ണാ പൈൽസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ തലയിലല്ലല്ലോ മുണ്ടിട്ടുണ്ടത്. പറഞ്ഞാൽ കൂടിപ്പോവും. അതും ഇതും പറഞ്ഞോണ്ടിരിക്കാതെ പിന്നെ കോൺക്രീറ്റ് പണി ചെയ്യുന്നില്ലേ, അവർക്ക് 50 ഊണ് പൊതിയാൻ നോക്കി ചെല്ലു പെട്ടെന്ന്. അതിനിവിടെ ഊണൊക്കെ എവിടെ? ഊണ് ആരുണ്ടാക്കി? കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ ഊണ് അവിടെ കിടപ്പുണ്ട്, ചൂടാക്കി കേറ്റ്. അത് കൊള്ളാം. അപ്പൊ പഴയ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നതാണ് അണ്ണന്റെ ജോലി അല്ലേ? പഴയതിനെ കുറിച്ച് നീ പറയണ്ട. ഒരു സിനിമ ഇറക്കാൻ ഇപ്പൊ എത്ര രൂപ? ഒരു 200 കോടിയാവും. ഈ എണ്ണയ്ക്ക് ഇപ്പൊ എത്ര കിലോ? 150 രൂപ. 150 രൂപ. പഴയ പടം 200 കോടി പിടിച്ചിട്ട് എല്ലാ തിയേറ്ററിലും റിലീസ് എന്ന് പറഞ്ഞോണ്ട് ഓട്ടിക്കാം. 150 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു എണ്ണ ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് കടുവ വറുത്ത അപ്പഴേ അറച്ച് ചെയ്തങ്ങ് അകത്ത് കൊണ്ടുപോകും. ഇത് ഇവിടുത്തെ ഏർപ്പാട്. അപ്പൊ ഈ മായം ചേർത്ത ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊക്കെ മായം ചേർക്കും. അതൊക്കെ സഹിക്കണം. നീ എന്റെ കാര്യം നോക്കണേ ഇവിടുന്ന്. അപ്പൊ ഈ കട ഫുഡ് ഇൻസ്പെക്ടർ വന്നാൽ അണ്ണൻ കൈ മടക്കി വെച്ച് ഞാൻ പൈസ കൊടുക്കും പോവും. ഒരു ഫുഡ് ഇൻസ്പെക്ടർ വേഷം മാറി വന്നാൽ അണ്ണൻ എന്ത് ചെയ്യും? എങ്ങനെ വേഷം മാറി വന്നാലും ഫുഡ് ഇൻസ്പെക്ടർ വന്നാൽ എനിക്ക് മണം അടിക്കും. ഞാൻ അപ്പോഴേ പോക്കും. എനിക്ക് നല്ലപോലെ ഒന്ന് മണത്ത് നോക്ക്. മണം വരുന്നില്ല. മണം വരുന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? മനസ്സിലായ? എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ മനസ്സിലായി. പറ. പായസത്തിൽ ഇടുന്ന ഉണക്കമുന്തിരി. അതല്ല. ഇപ്പൊ മനസ്സിലായ? മുടിയില്ലാത്ത തല. അതല്ല. പിന്നെ ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ മനസ്സിലായി. ഇതെല്ലാം വെപ്പും ഇത് ഒറിജിനൽ. എന്നെ മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ല? മനസ്സിലായില്ല. ഞാൻ ഫുഡ് ഇൻസ്പെക്ടർ ആണോ? എന്റെ സാറേ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഫുഡ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇങ്ങനെയുള്ള കാർഡ് പൊക്കി കാണിക്കുമല്ലേ, അതെവിടെ? അത് പൊക്കി കാണിച്ചാൽ ഇയാൾക്ക് മനസ്സിലാവും. എങ്കിലും മനസ്സിലാവത്തുള്ളൂ. ഇന്നാലാ കണ്ടോ അതാ കിടക്കുന്നത്.
അടപ്രഥമനാ ഏടി പ്രതാപൻ ഫുഡ് ഇൻസ്പെക്ടർ. ആ മോനെ നിനക്കുള്ള സേമിയ പായസം അകത്ത് എന്നിട്ട് തരാം. അല്ല സാറേ, ഈ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെറിയ ഉടായ്പ പണികളൊക്കെ കാണിച്ചോണ്ടിരുന്നത്. ആണോ? ഗ്യാസ് ഇല്ലാത്തതാണ് നിന്റെ പ്രശ്നം. എടാ, പകുതി ഗ്യാസ് പോയി. ബാക്കി ഗ്യാസ് പോലീസുകാർ കളഞ്ഞോളും. കേറാ ഇങ്ങോട്ട്. ഞാനിപ്പോഴും സജിയണ്ണന്റെ പൊക്കിളിൽ നിൽക്കലേ ഉള്ളൂ. രാജസ്ഥാൻ വരെ പോയി നമ്മൾ. ഒരു പൊക്കിളെ പോയി ഒട്ടിയ ഒട്ട് നട്ടല്ലിന് പോയി ഒട്ടിയിട്ട് അത് റെഡിയാക്കാൻ വേണ്ടി രാജസ്ഥാനിൽ പോയി തണുത്ത വെള്ളം കുടിച്ചത്. വിഷ്വലി കിട്ടി. ഇങ്ങനെ പോകുന്നത് അതിനും വലിയ ദാരിദ്ര്യം ഇല്ല കേട്ടോ. നട്ടല്ലി പോയി പൊക്കിലൊട്ടിയത് നല്ലതായിരുന്നു മൊത്തത്തിൽ, അല്ലേ ശ്വേത ചേച്ചി? ഓ, ഇപ്പോഴത്തെ ആ ഗ്യാസിന്റെ ആ കാര്യമെല്ലാം ഇങ്ങനെ ആലോചിക്കണ്ടായിരുന്നു. എന്താണല്ലേ, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതൊക്കെ എന്തായാലും നല്ല ഒരു എനർജി പാക്ഡ് ഒരു സ്കിറ്റായിരുന്നു. ചിലവരെ നിങ്ങൾ ഓക്കെ അല്ലേ? എടാ താടിയൊക്കെ കിടന്ന് കുലുങ്ങുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. എന്തായാലും നമുക്കത് കാണാം. ഇവരുടെ തടിയുടെ നിങ്ങളൊക്കെ കാണണ്ടേ? കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കണ്ടേ ചേച്ചി? നീളായിട്ട് ചാർജ് ചെയ്തു. അതെ, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ. പ്രവീൺ ചേട്ടന്റെ താടി പോലെ ആയെന്ന് നോക്കാം. കരനിറയെ പണം ഒഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതം തന താളത്തിൽ ഞാൻ 30,000 റുപ്പീസ് ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. 30,000 രൂപ. അക്കൗണ്ടിൽ പൈസ കയറിയിട്ടുണ്ട്. ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് വീണ്ടും ചിരിപ്പിക്കണം. കാണും ചേച്ചി നമ്മുടെ താടിച്ചേട്ടന്മാരെ നമുക്കിപ്പോ അല്ലേ നല്ലല്ലേ താടിച്ചേട്ടന്മാരെ ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കൂലേ. എനിക്ക് വളർത്തണുണ്ട് അങ്ങനെ, പക്ഷെ പാടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഈ ഓരോരുത്തർ വന്നിട്ട് താടി അടിപൊളിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ആത്മസംതൃപ്തി ആയിരിക്കൂലേ, അല്ലേ? അതുപോലെ ഇവിടെ വന്ന് സ്കിറ്റ് കളിക്കുന്നവർക്ക് ആ ആത്മസംതൃപ്തി കിട്ടുന്ന എപ്പോഴാണെന്നറിയാം? നമ്മൾ ചിരിക്കുമ്പോഴാണ്. നമ്മൾ പറയുന്ന കോമഡി അവ നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴല്ല ആ ഒരു നിർവൃതി ഉണ്ടാവുന്നത്. അതുപോലെ ആ ആത്മ നിർവൃതിക്ക് വേണ്ടിയിട്ട് അടുത്ത ഫ്ലോറിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട 3 പേരാണ്. ശ്യാമേട്ടൻ, മീനാക്ഷി ചേച്ചി, കൂടെ ശ്രീരാജ്. ബാറ്ററി ഓണാണ് ചേച്ചി. അപ്പൊ നമുക്ക് ആത്മ നിർവൃതിയോടുകൂടി സ്വാഗതം ചെയ്യാം ശ്യാമങ്ങാട്, മീനാക്ഷി ചേച്ചി, ശ്രീരാജ്. ഹായ്, ഹലോ, നമസ്കാരം. ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, അതിനുശേഷം ഒരു സിനിമാ താരവും. എങ്കിൽ ഇന്ന് രാഷ്ട്രീയ നേതാവുമല്ല സിനിമാ താരവുമല്ല വരാൻ പോകുന്നത്. ഇന്ന് വരാൻ പോണ 2 വ്യക്തികളെ നമുക്ക് നേരിട്ട് കണ്ടറിയാം. പണ്ട് മുതലേ നമ്മൾ കേട്ടുവരുന്ന സംഭവമാണ് അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കുത്തി കടലിലിട്ടു. അതെ, ഈ കഥയിലെ ഏക ദൃക്സാക്ഷി അയ്യപ്പന്റെ അമ്മ ഇന്ന് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ കൂടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം അയ്യപ്പന്റെ അമ്മ. പ്ലീസ് വെൽക്കം അയ്യപ്പന്റെ അമ്മ. അയ്യപ്പന്റെ അമ്മ 1968 കോട്ടയം ജില്ലയിലെ കണ്ണൂരിൽ ജനിച്ച കൊല്ലം സ്വദേശി, ഇപ്പോൾ താമസം തിരുവനന്തപുരത്ത്. ഒരു ലോജിക്കുമില്ലാത്ത അയ്യപ്പന്റെ അമ്മയെ ഈ പ്രൗഢോജ്വലമായ ചർച്ചാവേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കയ്യടിയോടെ സ്വാഗതം ചെയ്യുന്നു അയ്യപ്പന്റെ അമ്മ. പ്ലീസ് വെൽക്കം ഓൺ ദ സ്റ്റേജ്. ഹായ് കൊച്ചി, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിനി ഒരു 2 മണിക്കൂർ നേരം അടിച്ചു പൊളിക്കാം. നിങ്ങൾ റെഡിയല്ലേ? കിളവി, നിങ്ങൾ മെഗാഷോ കളിക്കാൻ വേണ്ടി വന്നതല്ല, മര്യാദക്ക് അവിടെ കയറി നില്ല്. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു. നീ ഇത് തന്നെയല്ലേ കുറെ നേരം കൊണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്? സോറി, അടുത്ത ഞാൻ വിളിക്കാൻ പോകുന്നത് ഈ കഥയിൽ പേരുദോഷം കേട്ട ആ കാക്കയാണ്. പ്ലീസ് വെൽക്കം കാക്ക. കാക്ക ഏതോ തെങ്ങിന്റെ മുകളിൽ ജനിച്ച് വാനോളം പറന്ന ഇന്ത്യയിലെ ആദ്യത്തെ വേതനമില്ലാത്ത ശുചീകരണ തൊഴിലാളി. കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടാൽ കരവലയത്തിലാക്കുന്ന നെയ്യപ്പ കുതിയൻ കാക്കയെ ഈ പ്രൗഢോജ്വലമാർന്ന ചർച്ചാവേദിയിലേക്ക് സുസ്വാഗതം. Please welcome Kaka on the stage. സുരേഷ് തിരിഞ്ഞു നോക്കി. മുറ്റത്തൊരു ഞാൻ കാക്കയാണ്. അയ്യോ, നിങ്ങളെ കുറിച്ച് പറയാൻ വന്നത്. അതെ, ഞാൻ വിചാരിച്ചെന്തറിയോ, നീ എന്നെ വെറും മൈനയാക്കി. എന്തൊരു കാക്കയെ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിട്ട് വെറും മൈനയാക്കോ? കാക്ക കീക്കി
ഇത് അംഗൻവാടി അല്ല, നിങ്ങളെ പേരാണ് ചോദിച്ചത്. കാക്ക രവി. കക്ക രവി എന്നല്ലേ? അത് സിനിമാ നടൻ, ഞാൻ കാക്ക രവി. എന്താണ് നടന്നത്? എന്താണ്? അയ്യോ നടന്നതല്ല, പറന്നതാ. ഞാൻ നെയ്യപ്പം ചുട്ടോണ്ടിരുന്നപ്പോ ഈ കാക്ക പറന്നു വന്നാണ് എടുത്തുകൊണ്ട് പോയത്. അയ്യോ അതല്ല സത്യം. സംഭവം എന്ന് പറഞ്ഞാൽ ഹേ സ്ത്രീ, നിങ്ങളൊന്ന് കേൾക്കണം. അതായത് ആ ദിവസം എന്ന് പറഞ്ഞുണ്ടല്ലോ, അന്ന് എന്റെ ഭാര്യയുടെ വയറ് കാണൽ ചടങ്ങായിരുന്നു. നിങ്ങൾക്ക് വയറ് കാണൽ ചടങ്ങൊക്കെ ഉണ്ടോ? കാക്കയ്ക്ക് വയറുണ്ടോ? വയറല്ല, കാക്കയ്ക്ക് ഞാൻ കാണിച്ചു തരാം. അല്ല, ബാക്കി പറയൂ, ബാക്കി പറയൂ. അന്ന് ഈ വയറ് കാണൽ ചടങ്ങായിരുന്നു. അതിന് ഒരു 6ഓളം പലഹാരം കിട്ടി. ഒരു നെയ്യപ്പത്തിന്റെ കുറവുണ്ടായിരുന്നു. 7 വേണം. അങ്ങനെ നെയ്യപ്പം കുത്തിക്കൊണ്ട് പോയ പോക്കാ ഞാൻ. കാക്കയെ നിങ്ങൾ കൊത്തിക്കൊണ്ട് പോയതാ? കുത്തിക്കൊണ്ടുപോയി. ഇതെന്തിനാണ് കടലിൽ കൊണ്ടിട്ടത്? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കടലിൽ കൊണ്ടിട്ട് ആ മുക്കാ പിള്ളേരെ ഒന്ന് മുക്കിയെടുത്ത്, അതിന് കുഴപ്പമില്ല, അവരൊരു കേസും ഇല്ല. ബാക്കിയുള്ള പിള്ളേരെ ഒന്ന് തട്ടിയെടുത്ത്, അത് അവർക്ക് കേസില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതെന്തുവാ ഞങ്ങൾക്കുള്ള ചിലർ പറയാൻ? ഞങ്ങളെ മാത്രം വിളിച്ചെടുത്ത് എന്തുവാ ഈ കാണിക്കുന്നത്? എന്താണ് അമ്മൂമ്മ, എന്താണ് അമ്മൂമ്മ ഈ പാവപ്പെട്ട കാക്കയുടെ പേര് മാത്രം കേസെടുത്ത് എന്താണ്? ഞാൻ എന്റെ അയ്യപ്പന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ നെയ്യപ്പമാണ് ഈ കാക്ക കൊത്തിക്കൊണ്ട് പോയത്. ഹലോ സ്ത്രീ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഫുഡ് പോയിസൺ അടിച്ച് നിങ്ങൾ ആശുപത്രി കിടന്നാണ് നിങ്ങളുടെ മോനും കൂടെ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ കാക്ക കാരണം എനിക്ക് എന്റെ പേര് പോലും നഷ്ടപ്പെട്ടിരിക്കുക, അറിയാവോ? പേര് വരെ കൊത്തിക്കൊണ്ട് പോയടാ മഹാഭാവി. അയ്യോ അതല്ല, ആധാർ കാർഡില് അയ്യപ്പന്റെ അമ്മ, റേഷൻ കാർഡില് അയ്യപ്പന്റെ അമ്മ. ഒരു അമ്പലത്തിൽ പോയി നേരത്തെ നേരാണ്, അവിടെ അയ്യപ്പന്റെ അമ്മ. നാള് നെയ്യപ്പം. അടിപൊളി നെയ്യപ്പം, സൂപ്പർ നാള്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെയാണ്, നിങ്ങളുടെ ഈ പാട്ട് ഇപ്പോഴും ന്യൂജൻ പിള്ളേർക്കിടയിൽ വൈറലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ന്യൂജൻ പിള്ളേർ എന്ത് ഞങ്ങൾ ചെയ്തുള്ള സംഭവം തന്നെ അവർ ഹിറ്റ് ആക്കിയിട്ടുള്ളത്? എന്ത് സംഭവം? അവർ ഈ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തോ പേര്? ലിവിംഗ് ടുഗദർ. ലിവിംഗ് ടുഗദർ. ഞങ്ങൾ പക്ഷികളും മൃഗങ്ങളും ഒന്നും ഉണ്ടല്ലോ, കല്യാണം കഴിക്കുന്നില്ല, താലി കെട്ടുന്നില്ല, പക്ഷെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു, ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു. അത് തന്നെ ഈ ലിവിംഗ് ടുഗദർ. നിങ്ങൾ കേൾക്കണം, ഈ പക്ഷികളാണ് ലിവിംഗ് ടുഗദർ കൊണ്ടുവന്നതെന്ന് പറയുന്നത്. ആ കാക്കനെ പറഞ്ഞു വിട്ടെ, പറഞ്ഞു വിടാം. അങ്ങനെ മാത്രം പറഞ്ഞത്, എന്നെ വെറും കാക്കയെന്ന് വിളിക്കുക. കള്ളക്ക മോശം അത് കേട്ടോ. ഞാനൊന്നുമില്ലെങ്കിലേ ഒരു സിനിമാ നടനാ, അത് മനസ്സിലാക്കണം നിങ്ങൾ. സിനിമ നടനോ? അതെ, സിനിമയില് വേറെ സെലിബ്രിറ്റിയാണ്. ഇൻ ഹരിഹർ നഗറിൽ. അതിലേത് സീൻ? അതിലാ അത് മറ്റേ അത് ഹിറ്റ് ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. കാക്ക തൂറിന്ന. അത് ജഗദീഷ് സാറിന്റെ തോളിൽ ഞാനാ കണ്ടന്റ് ഇടുന്നത്. കാക്ക അത് കണ്ടന്റ് അല്ല, അതിന്റെ പേരാണ് കാട്ടം. നിങ്ങൾ പറയുമ്പോ കാട്ടം, ഞങ്ങൾ സെലിബ്രിറ്റികൾ സിനിമാക്കാർ പറയുമ്പോ കണ്ടന്റ്. ഞാൻ എത്ര പ്രാവശ്യം സിനിമ കണ്ടിരിക്കുന്നു, കാക്കയെ ഞാൻ കണ്ടിട്ടില്ല. അതെ, ആ സംവിധാനം നിർബന്ധിച്ച് പറഞ്ഞ ഒരു ക്ലോസ് വെക്കാന്ന് പറഞ്ഞതാ. ക്ലോസ് വെക്കാൻ പാടില്ലായിരുന്നോ? പിന്നെ അപ്പിടുന്ന സീനാ ക്ലോസ് വെക്കാൻ അല്ല. എനിക്ക് അങ്ങനെ ശരീരം വിറ്റ് ജീവിക്കേണ്ട കേസൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ എച്ചിൽ നക്കി തന്നാൽ അന്തസ്സോടെ ഞാൻ ജീവിക്കുന്നു. അല്ല അല്ല, കാക്ക ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ രസകരമായ എന്തെങ്കിലും അനുഭവത്തെ കുറിച്ച് പറയാമോ? സംഭവം വേറൊന്നുമല്ല, ഒരു പുതുമുഖം ആണെന്നൊരു ഫീൽ അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും നല്ല സംഭവം. ജഗദീഷ് സാറും സിദ്ദീഖ് സാറും നല്ല എന്ത് ഹാപ്പി ആയിരുന്നു അവരൊക്കെ. പിന്നെ ആ സീനില്ലേ, അതിലൊരു 12ഓളം ടേക്ക് പോയി. ആ രംഗത്ത് 12 ടേക്ക് പോയി. ടേക്ക് കൊള്ളാം. 12ാമത്തെ ടേക്കിൽ ഓക്കെ ചെയ്ത കാര്യമായി. അല്ലെങ്കിൽ മുക്കി എന്റെ ഊപ്പാട് വന്നു. അല്ല, പിന്നീട് വേറെ സിനിമയിലൊന്നും അഭിനയിച്ചില്ല. ഇല്ല, പിന്നെ ഒരു മാനസികമായിട്ട് എനിക്ക് ഫീൽ ആയി പോയി. ഈ പ്രിയദർശൻ സാറും ഞാനും തമ്മിൽ ചെറിയൊരു ഉടക്ക്. ഉടക്കുന്നില്ല, എന്റെ വ്യക്തി ജീവിതം. അത് സാറ് തേന്മാവും കൊമ്പത്ത് സിനിമയിൽ അത് പാട്ടാക്കിയിട്ട്. അതേത് പാട്ട്? അത് ഞാൻ പറയാം. ഞാനും ഈ കള്ളിപ്പൂങ്കുലിട്ട് നല്ല വള്ളിക്കുടിലിന്റെ ഉള്ളിലുള്ള കള്ളിപ്പൂങ്കുയില് നല്ല സ്നേഹമായിരുന്നു. ധന്യമായ നിമിഷങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ചിന്തിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കണ്ടോ കണ്ടോ കാക്കക്കുയിലേ, പട്ടുടുത്ത പാവക്കുഞ്ഞ്, കാറ്റുമൂടും ചൂളം കേട്ടാ. അങ്ങനെ ഈ സാറ് അതിന്റെ ഫ്രണ്ടിൽ കള്ളി എന്ന് ചേർത്തൊന്ന് പ്രിയദർശൻ സാറ് തേന്മാവിൻ കൊമ്പത്തിൽ പാട്ടാക്കി. അതേത് പാട്ടാണ്? അത് കള്ളി പൂങ്കുയിലെ ഒരു പാട്ടില്ലേ, അതിന് 3ാമത്തെ വരിയേതാ? പ്രേക്ഷകരെ, കാവലിക്കാക്കൻ കൂട്ടിൽ മുട്ടയിട്ട് അന്നിരുന്നാൾ. കാവലിക്കാക്ക എന്റെ ഭാര്യയുടെ വരി. എന്തിനാണ് നമ്മളെ സ്വകാര്യ ജീവിതത്തിൽ അവർ കളിക്കുന്നത്? അതിന്റെ കാര്യം എന്ത്? അങ്ങനെ എന്റെ ഭാര്യ പിണങ്ങി പോയി. സത്യം പറയാൻ മലയാള സിനിമയിൽ എനിക്ക് ബന്ധവുമില്ല, ഞാൻ അഭിനയിക്കുന്നില്ല. പിന്നെ കുഴപ്പമില്ല, ഇനി മെമ്പർഷിപ്പ് ഒന്ന് എടുക്കണം. കാരണം നമ്മളെ പ്രസിഡന്റ് നമ്മളാളല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചുട്ട നെയ്യപ്പം കട്ട കള്ള കാക്കയല്ലേ ഇത്? അയ്യോ അല്ല, ഞാനല്ല. സത്യം പറഞ്ഞ ഞാൻ ആദ്യമേ ഞാനാന്ന് പറഞ്ഞിട്ടല്ലേ ഈ അമ്മ വിശ്വസിച്ചത്. ആണല്ലോ. നിങ്ങൾ എന്നെ പറ്റി നിങ്ങൾ എന്തോ ഈ പറഞ്ഞു നടന്നെന്തുവാ?
നാട്ടിൽ ഞാനും എന്റെ ഭാര്യയും കൊച്ചുകൂടെ പോയപ്പോ നിങ്ങൾ എന്തോ പറഞ്ഞു? എന്താണ് അമ്മ, എന്താണ് നിങ്ങൾ പറഞ്ഞ എന്താണ്? അയ്യോ, അത് ഞാൻ പറഞ്ഞത് കാക്കയെ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ, അതൊരു തെറ്റായ കാര്യമാണോ? കാക്കയെ അത് ഇവിടെ പാടുന്ന ചെറിയൊരു പാട്ടാണ്. അതൊക്കെയാണ് ഒരു വ്യക്തിഹത്യ എന്നൊക്കെ. കാരണം കാക്കയെ കൂടെ ഇവിടെ എന്തോ ഇരിക്കുന്നത്, ഈ തള്ളയ്ക്ക് എന്തോ കൊട്ടേഷൻ കൊടുക്കാൻ. ഈ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞുണ്ട്, കുഞ്ഞിന്റെ തള്ളയുണ്ടോ അവിടെ? എന്റെ അമ്മായപ്പമരമുണ്ട്, പിന്നെ കുഞ്ഞിന് തീറ്റ കൊടുക്കാന്ന്. ഹലോ മിസ്റ്റർ സ്ത്രീ, എന്റെ കുഞ്ഞിന് എനിക്കറിയാം, ഞാൻ അതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത്, എച്ചിൽ നക്കുന്നത് എന്റെ കുഞ്ഞിന് വേണ്ടി, ഞാൻ തീറ്റ കൊടുക്കാൻ വേണ്ടിയാ. അവിടെ നിങ്ങൾ പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ കുടുംബത്തിന്റെ കാര്യം തിരക്കും നിങ്ങൾ. ഇതൊക്കെ നമ്മൾ കാക്കകളാണ്. നമുക്ക് മിസ്റ്റർ കാക്ക, ഇതൊരു ചാനൽ ചർച്ചയാണ്. നിങ്ങളെ ഈ കൊക്ക് വെച്ച് ഇവരെ കൊത്തരുത്. ഇതിന്റെ ഈ ഒരൊറ്റ ദുസ്വഭാവം കാരണം കൊണ്ടാ ഞാൻ പറഞ്ഞത്, ആലുക പഴുക്കുമ്പോ കാക്കയ്ക്ക് വായിപ്പുണ്ണ് വരണേന്ന് ഞാൻ മുടിഞ്ഞു കൊള്ളുന്നു. എന്താണ് സംഭവം? എന്താണ്? പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കണം. ഈ തള്ളപ്രാഗി, അതായത് ഈ ആലുങ്ക സത്യം പൂത്ത് വന്നപ്പോ ഉണ്ടല്ലോ, എന്ത് നല്ല ടേസ്റ്റ്. വായിക്കൂടെ വെള്ളം വന്നു. സത്യം, ഇത് പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ണ്. അത് എല്ലാ കുരങ്ങന്മാരെ അടിച്ചോണ്ട് പോയി. അത് തീർന്നപ്പോ വായിലൊരു കുരുവില്ല. സത്യം. എന്തൊക്കെ പറഞ്ഞാലും ഇവൻ ഈ കാക്കയാണ് എന്റെ നെയ്യപ്പം കൊത്തിക്കൊണ്ടു. അമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. അത് വേറൊന്നും കൊണ്ടല്ല. അതായത് ഈ ഞാനാന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അമ്മ വിശ്വസിച്ചത്. ആണോ അല്ലയോ? പിന്നെ ലോകത്തിലെ എല്ലാ കാക്കയും ഒരുപോലെ ഇരിക്കുക. അപ്പൊ ഈ കാക്കകളൊക്കെ ചൈനക്കാരാണോ? അതിനെ മനസ്സിലായില്ല. എല്ലാ കാക്കകളും ഒരേ ഇളക്കി ഇരിക്കുന്നത്. ഹലോ ഓളി ഒന്ന് ഉറയ്ക്കൂ. ഇല്ല, ഒരു മിനിറ്റ്. ഹലോ, കാക്ക അസോസിയേഷന്റെ സെക്രട്ടറി ആണോ? പിന്നെ എറണാകുളം വൈറ്റിൽ അടുപ്പിച്ച് സ്റ്റുഡിയോ ഉണ്ടല്ലോ, അവിടെ ഒരു കാക്ക കോമഡി ചളിച്ച് കിടക്കുന്നത്. അവിടെ കിടക്കുന്നത് ചളിച്ചു പോയി. പിന്നെ നമ്മൾ എത്രയോ ചളിഞ്ഞ സംഭവങ്ങൾ കൊത്തിയെടുക്കുന്നത്. നമ്മള് ദൈവത്തെ ഓർത്ത് കൊത്തല്ലേ, കൊത്തിക്കഴിഞ്ഞ നമ്മളെ കുലം വംശനാശം സംഭവിക്കും. അതൊന്ന് മെസ്സേജ് പാസ് ചെയ്തോ? ഓക്കെ. അല്ല, ഞാൻ നിങ്ങളെ കണ്ടപ്പോഴേ ചോദിക്കുന്നു വിചാരിച്ചാണ്. എന്ത് സുന്ദരിയെ കാണാൻ ഇത്ര പ്രായമായിട്ടും. എന്താ സ്വരമാധുര്യം? ആങ്കർ ചെയ്യാൻ താല്പര്യമുണ്ടോ? കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു. നാട്ടുകാരങ്ങനെ പലതും പറയും, പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പ്രേക്ഷകരെ, നമുക്ക് തിരിച്ചു വരാം. ഈ കഥയ്ക്ക് എനിക്കിപ്പോ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഈ അയ്യപ്പന്റെ അമ്മ കുറ്റക്കാരിയല്ല, ഈ കാക്കയും കുറ്റക്കാരനല്ല. ഹലോ, ഞാൻ പറഞ്ഞ ഈ സംഭവ പരിപാടി എന്താ, പേരെന്തുവാ? ഞങ്ങൾക്കും പറയാനുണ്ട്. എനിക്കും പറയാനുണ്ട്, കാക്കയ്ക്കും പറയാനുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കാക്കയും മനുഷ്യനും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. നിങ്ങളൊക്കെ വീട്ടിലൊരു കുട്ടിക്ക് അതിന്റെ ഈ ചോറൂണ് കഴിയുമ്പോൾ, ജനിക്കുന്ന കുട്ടിക്ക് ചോറൂണ് കഴിയുമ്പോൾ അതിന്റെ മിച്ചം വരുന്ന ആഹാരം ആർക്ക് കൊടുക്കും? കാക്കയ്ക്ക് കൊടുക്കും. ആ കുട്ടി വളർന്നു വലുതായി അതിന്റെ കല്യാണം കഴിയുമ്പോൾ മിച്ചം വരുന്ന ആഹാരം നിങ്ങൾ ആർക്ക് കൊടുക്കും? കാക്കയ്ക്ക് കൊടുക്കും. നിങ്ങളെ വീട്ടിലോ അല്ലെങ്കിൽ ഈ പരിസര പ്രദേശം ഒരു മരണം നടന്നാൽ അതിന്റെ 16-ന് നിങ്ങൾ ബലി ഉരുട്ടി ബഹുമാനപൂർവ്വം ആരെ പ്രാർത്ഥിച്ചു വിളിക്കും? കാക്കയെ വിളിക്കും. ആണോ? ഇതാ പറയുന്നത്, കാക്കയും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു, കാക്ക ഒരു നിസ്സാര ജീവി അല്ല. എനിക്കൊരു കാക്കയുണ്ട്. ആ കാക്കയ്ക്ക് ഞാൻ എന്നായാലും ഈ എപ്പിസോഡ് കാണിച്ചു കൊടുക്കും. അതെ, നമ്മളില്ലേ വീട്ടില് പട്ടിക്കുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയൊക്കെ വളർത്തുന്നവരുണ്ട്, പക്ഷെ ഇവിടെ കാക്കനെ വളർത്തുന്ന ഒരാളുണ്ട്. അല്ല, അത് ശരിക്കുള്ള ഞാൻ വേണേ ഫോട്ടോ കാണിച്ചത്. ആ കാക്കയുടെ ഒരു ബീക്ക്, ഈ അടിഭാഗത്തെ ബീക്ക് ഇച്ചിരി നീണ്ടതായതുകൊണ്ട് അതിന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് കൊടുത്ത് ഇപ്പൊ കറക്റ്റ് സമയമാകുമ്പോൾ വരും, നേരെ ഉള്ളിലേക്ക് നോക്കും, അമ്മ ഇങ്ങനെ ഓരോ ഉരുള വെച്ച് കൊടുക്കും. അപ്പൊ അത് കഴിക്കും. കയ്യിൽ വെച്ച് കൊടുത്താൽ എലിയുടെ വീട്ടില് കാക്കയുണ്ടോ? രണ്ടെണ്ണം ഇല്ല, ഒന്നുകൂടി കൂട്ടിലൊന്നും വളർത്തുന്നല്ല, അത് കറക്റ്റ് ടൈം ആകുമ്പോൾ വരുന്നതാണ്. ഒന്നിന്റെ കാല് വയ്യാത്തയാ, ഒരു കാല് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും സ്ഥിരം രാത്രി വരാനൊന്ന് പറയാം, ഈ എപ്പിസോഡ് ഒന്ന് കാണാൻ വേണ്ടി. ഇഷ്ടപ്പെടും, കാരണം ഞാൻ ആങ്കറാന്നൊക്കെ അറിയായിരിക്കുമല്ലോ ചിലപ്പോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ശാബണ്ട് ഒരു കഥ പറഞ്ഞുതരാം. ശാബണ്ട് സംസാരിക്കുമ്പോഴേ കേട്ടില്ലേ, ഭയങ്കര ക്ലാരിറ്റിയാണ്, നല്ല വാക്കുകൾ പറയും. ഇത് ശ്യാമണ്ണന്റെ ആറ്റിറ്റ്യൂഡിലും ഉണ്ട്. രാത്രിയല്ല, രാവിലെ പകൽ മാത്രം. രാത്രി ശ്യാമണ്ണ കണ്ട ശ്യാമണ്ണൻ വേറൊരു മനുഷ്യനായിരിക്കും. രാവിലെ ആവുമ്പം മുണ്ട കൊടുത്ത്, അതിങ്ങനെ ഷർട്ടിന്റെ കളറിനൊത്ത കര മുണ്ട കൊടുത്ത് രാവിലെ വന്ന് പത്രമൊക്കെ എടുത്തൊന്ന് വെച്ച് വായിച്ച് അങ്ങനെയൊക്കെ നോക്കിയിട്ട് അമ്പലത്തിൽ പോകും. ഭയങ്കര ഭക്തിയുള്ള മനുഷ്യനാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ശ്യാമണ്ണ് ഞങ്ങളോട് അമ്പലത്തിൽ പോകും. അങ്ങനെ ഞങ്ങൾ ഓരോ, അപ്പൊ ശ്യാമണ്ണിന്റെ കൂടെ അതുകൊണ്ടാണ് പുള്ളിക്കാണ് ഇതിന്റെ ഒരു കാര്യവട്ടം അറിയാന്നുള്ളത്. അപ്പൊ പോയി മെയിൻ അമ്പലത്തിൽ തൊഴുതു, ഇങ്ങനെ തൊഴുതു ഓരോ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ ഇടം തൊഴുതിട്ട് കുറച്ചു നേരം നോക്കിയപ്പോൾ ശ്യാമണ്ണ കാണാനില്ല. നോക്കിയപ്പോൾ ശ്യാമണ്ണ ഒരു ആലിന്റെ മൂട്ടിൽ നിന്ന് ഇങ്ങനെ തൊഴുതു. അപ്പൊ ഞങ്ങളും പോയി പുറകെ തൊഴുതു. നോക്കിയപ്പോ
അവിടെ ദൈവം ഇല്ല. ഇത് ശ്യാമണ്ണ് ഇത് ആരെ തൊഴുന്നത്? സംഭവം എന്താണെന്നറിയാമോ? ഇങ്ങനെ തൊഴുതു വന്നപ്പം ആ അമ്പലത്തിൽ പുതിയ ജനറേറ്റർ മേടിച്ചിട്ട് അതിലൊരു ഹാരോ ഇട്ട് പുള്ളി കറങ്ങി വന്നിട്ടേ എന്നിട്ട് ഇത് ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിട്ടേ ഒരു ഇരുമ്പ് ഗ്രില്ലും അടിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി വിചാരിച്ച് പുതിയ വിഗ്രഹം പറഞ്ഞ അതിന് പറയില്ല അമ്മേ ഭഗവതി മാറ്റി തറയെന്ന് പറഞ്ഞേ നമ്മൾ നോക്കിയപ്പോ ജനറേറ്ററിനെ പ്രാർത്ഥിക്കുന്നത്. സത്യമല്ലേ ഈ പറ? സത്യമല്ലേ? എനിക്ക് ഒരു കാര്യം പറയണം. നല്ല 2 ഹെവി ഡ്യൂട്ടി ആർട്ടിസ്റ്റിന്റെ ഇടയിൽ ആങ്കർ സൂപ്പർ. ശ്രീരാജിന്റെ ആ തുടക്കം എല്ലാം ഭയങ്കര നല്ല. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഭയങ്കര സൂപ്പർ ആക്ടിങ്. അതെ, ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, ആങ്കറിന് അധികം പറയല്ലേ, ചേച്ചിക്ക് ദേഷ്യം വരും. അല്ലല്ല, ചേച്ചി പിന്നെ അവിടെ കിടിലാണല്ലോ. അയ്യോ, അപ്പൊ ഇനി ആങ്കറിങ്ങിന്റെ ബാക്കി ഭാഗം പറഞ്ഞു നമുക്ക് ബാറ്ററി കാണാന്നുള്ളത്. അപ്പൊ പ്രേക്ഷകരെ നമുക്ക് അടുത്ത ബാറ്ററി ചാർജ് എത്ര കയറി? അതുകൊണ്ട് എന്റെ പണി പോകട്ടെ. ശരി, എന്നാ ബാറ്ററി നമുക്ക് നോക്കാം. രൂപ. സൂപ്പർ. 32,000 ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ചേച്ചി. യെസ്, ദാ വരുന്നു. സന്തോഷായില്ലേ? അപ്പൊ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ഡിസ്കഷനിലൂടെ. നമ്മളെല്ലാരും കാത്തിരുന്ന് നമ്മുടെ താടി ചേട്ടന്മാരെ ഞാനിവിടെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ അവിടെ നിന്ന് അവർ ചിരിച്ചപ്പോ നമുക്ക് ഇതിന്റെ ഒരു നീളം അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ സമാധാനായില്ല എല്ലാവർക്കും? അല്ല, കണ്ടാ സത്യം നേരത്തെ പറഞ്ഞ പോലെ ഈ പിള്ളേരൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒന്ന് പിടിച്ചു നോക്കാൻ തോന്നും. പക്ഷെ ഏറ്റവും ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത് വിജേഷ് എന്നല്ലേ പേര് പറഞ്ഞത്? വിജേഷ് എന്തല്ലോ ഭയങ്കര ക്യൂട്ടായിട്ട് ചിരിച്ച് ഇത് നമ്മുടെ ഈ കലാന്തരൊക്കെ പോകുമ്പോ ഒരു ഫ്രീക്കൻ രീതിയിലൊക്കെ കാണുന്ന പോലെയാണ്. ഒരു കാറ്ററിംഗ് മാനേജ്മെന്റ് നടത്തുന്നതിന്റെ ഓണർ. മച്ചാൻ ഏതാണെന്നറിയോ? ചുട്ടുമണി. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഈ സ്കിൻ കെയർ നമ്മൾ ഗേൾസിന് അല്ലെങ്കിൽ ലേഡീസിന് 9 സ്റ്റെപ്സ് ഉണ്ട്. എന്നാൽ ഈ കാണുന്ന താടിക്ക് ഈ പറയുന്ന പോലെ ഒരു കെയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഒരേ പ്രൊസീജിയർ ആയിരിക്കും റൊട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും? അല്ല, ഓരോ ആളുകളും താടിയെ പരിപാലിക്കുന്നത് പല രീതിയിലാണ്. ചിലര് ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്, ചിലർ ഷാമ്പു യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ നോർമലി ഷാമ്പു ഉപയോഗിക്കാറുണ്ട്, ഹെയർ കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്, ഹെയർ സിറം യൂസ് ചെയ്യും, നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് ആഴ്ചയിൽ 2 ദിവസമൊക്കെ കൂടിയിരിക്കുമ്പോൾ 2-3 ദിവസം കൂടിയിരിക്കുമ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അല്ല, അപ്പൊ മുടിന്റെ ലെങ്ത് എത്രയാ? അതുണ്ടോ? മുടി കുറച്ച് കുറച്ച് ഈ ഷോ അല്ല ഏകദേശം ഇത്രയുണ്ട്. നമ്മുടെ ഈ താടിയുടെ വളർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഒരു ദിവസം മനുഷ്യന് ശരാശരി എത്ര താടിക്ക് നീളം വെക്കും അറിയാവോ? ഒരു വർഷം എങ്ങനൊക്കെ പോയാലും ഒരു 5 ഇഞ്ച് താടിയെ കിളിക്കത്തുള്ളൂ. ഒരു ദിവസം 0.3 to 0.5 മില്ലിമീറ്റർ വരെ താടിക്ക് നീളം വെക്കും. ഇവളെങ്ങനെയാ പറഞ്ഞേ? സത്യം പറഞ്ഞ നീ ഡയാനെ കോൾ ചെയ്തല്ലേ? നിങ്ങളെ കാണാൻ സാധിച്ചാലും നിങ്ങൾ ആ താടിക്ക് കൊടുക്കുന്ന ഒരു കെയറും താടിക്കാർക്കും ഇവിടെ ഒരു അസോസിയേഷൻ പോലെ ഉണ്ടെന്ന് അറിഞ്ഞാലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും സിനിമകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സിനിമകളാണെങ്കിൽ അവിടെ എത്തട്ടെ. അല്ല, താടി കൊണ്ടാണ് ഞാൻ അറിയപ്പെടേണ്ടതെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പൊ നിങ്ങൾ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. ഇനിയും അറിയപ്പെടട്ടെ. അപ്പോൾ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിൽ. പോകുന്നതിന് മുമ്പ് ചേച്ചി, ഇവരെ നമുക്കൊരു റാമ്പിൽ കാണണ്ടേ? പിന്നെ ഇവരുടെ ഈ താടിയൊക്കെ ഒന്നുകൂടെ ഒരു ക്ലോസിൽ കാണണ്ടേ? പ്രേക്ഷകർക്കാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണമെന്നുണ്ട്. അപ്പൊ എന്തായാലും മച്ചാമാരെ, ആ പ്രൗഡ് മൊമെന്റ് ആണ് ഇവിടെ. നിങ്ങളുടെ ആ താടി ഇനി ജനങ്ങൾ കാണട്ടെ.
അങ്ങനെ നമ്മുടെ ആഗ്രഹവും സാധിച്ചു കഴിഞ്ഞു അല്ലേ? അങ്ങനെ താടി കണ്ടു, താടിയുടെ നീളമൊക്കെ ഭയങ്കര നീളമായിരുന്നു. അപ്പൊ എന്തായാലും ചേച്ചി ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ. ഐ തിങ്ക് വിത്ത് നോ ഡൗട്ട് നമ്മുടെ റെക്കോർഡ് ഹോൾഡർ ഇന്നത്തെ മെയിൻ പ്രവീൺ. ശുഭം. കര നിറയെ പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചുറ്റി ചുറ്റി പല ചുരി ധൃതതും ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ. ക്യൂട്ടി ദി ഹാൻഡ് വാഷ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടി ഉണ്ട്. കൺഗ്രാറ്റുലേഷൻ. ഇത് ആക്ച്വലി പ്രവീൺ ഭായിന് നൽകിയെങ്കിലും ഇത് ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമായിട്ടാണ് ഫോർ ദ ഹോൾ ടീം. ബിക്കോസ് നിങ്ങൾ അടിപൊളിയാണ്. നിങ്ങളുടെ താടി വെച്ച് നിങ്ങൾ എത്രത്തോളം പ്രൗഡ് ആവുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്കും കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ഫോട്ടോ എടുക്കട്ടെ നിങ്ങൾ എല്ലാരും കൂടെ? ഒരു ഫോട്ടോ. കം ഓൾ താഡീസ് കം. ഓൾ താഡീസ് ടുഗദർ. എന്നിട്ട് ഇത് പറഞ്ഞ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. കമോൺ കമോൺ. ഈ പ്രവീൺ ചേട്ടന് ഇത് വെച്ചപ്പോഴേ കറക്റ്റ് ചീട്ടിലെ കിങ്. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കാം. എന്താ താടി കൊണ്ടുള്ള മുന്താണിയാ? ചേച്ചി കോമഡി മാസ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത് അത് വെച്ചൊരു ബൈ കാണിച്ചേ. ബൈ.